ഇനി അങ്ങോട്ട് രാത്രി 8 മണിക്ക്, ഈ ക്ലാസ്സിൽ രാത്രി 8 മണിക്ക് കേട്ടോ. അങ്ങോട്ടുള്ള ദിവസം എല്ലാ ദിവസവും 8 മണി ക്ലാസ്. കാരണം എന്താ, ആഫ്റ്റർ ക്ലാസ് കുറെ പഠിക്കുകയല്ലേ. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ശേഷം ആ കഴിഞ്ഞ ക്ലാസ് റിവൈസ് ചെയ്യണ്ടേ? അല്ല, ഇവിടെ ക്ലാസ് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ക്ലാസ്സിലെല്ലാം റെക്കോർഡിങ്സ് നോട്ട്സ് വായിക്കാൻ സമയം വേണ്ടേ? വായിക്കാൻ സമയം വേണ്ടേ? ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ് സ്കൂളിലാക്കുന്നതല്ല. ആ ക്ലാസ് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം പഠിക്കാനുള്ള റിവിഷൻ സമയം വേണ്ടേ? അല്ലാതെ ക്ലാസ് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയാൽ മതിയോ? ക്ലാസ് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയാൽ മതിയോ? എത്രയും പെട്ടെന്ന് തീരണേ, ഉറങ്ങണം മതിയോ? ഇല്ല, ക്ലാസ് കഴിയുന്നു ശേഷം കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും റിവൈസ് ചെയ്യാൻ ടൈം വേണ്ടേ? റിവിഷൻ സമയം വേണ്ടേ? ഇതുവരെ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് എല്ലാവരും കിട്ടിക്കാണല്ലോ. സെല്ല് മുതൽ ഫൗണ്ടേഷൻ വരെ എല്ലാ ക്ലാസ്സും റെക്കോർഡിങ് കിട്ടിയല്ലോ. ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ്സിന്റെ ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ് വരെ കിട്ടിയല്ലോ എല്ലാവർക്കും? കിട്ടിയോ? ആസിഡ് ബേസ് ബാലൻസിന്റെ എല്ലാ കിട്ടിയല്ലോ? കിട്ടി. അത് റിവിഷൻ ചെയ്യണ്ടേ? രാവിലെ ആണെങ്കിൽ പറ്റില്ലല്ലേ? രാവിലെ ആണെങ്കിൽ ജോലിക്ക് പോകണം, വീട്ടിൽ കാര്യം നോക്കണം, പറ്റില്ല. രാത്രിയാകുമ്പോൾ ക്ലാസ്, അത് 9 ക്ലാസ് ആണെങ്കിൽ അത് മാത്രം അറ്റൻഡ് ചെയ്യും, ശേഷം ബുക്കിന് ഉറങ്ങുമല്ലേ? ക്ലാസ് അറ്റൻഡ് ചെയ്യും, ശേഷം ബുക്കിന് ഉറങ്ങുമല്ലേ? അറ്റൻഡ് ചെയ്യും, ഉറങ്ങും, അറ്റൻഡ് ചെയ്യും, ഉറങ്ങും. പഠിക്കില്ല. ശരിയാണോ? ക്ലാസ് അറ്റൻഡ് ചെയ്യും, പക്ഷെ അത് വായിക്കാൻ സമയമില്ല. വായിക്കുന്നത് എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വായിക്കും, വിടും. ശരിയല്ലേ? വായിക്കാനോ പഠിക്കാനോ സമയം കിട്ടാറുണ്ടോ? അതുകൊണ്ട് ഇനി തൊട്ട് രാത്രി ക്ലാസ് 8 മണിയാക്കട്ടെ. 8 മണി എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1 മണി ക്ലാസ്, 1 മണിക്കൂർ ക്ലാസ് അതിന് ശേഷം പഠിക്കാമല്ലോ. 1 മണിക്കൂർ 9 മണിയാകുമ്പോൾ ക്ലാസ് ഓവർ ചെയ്തിട്ട് പഠിക്കുമോ? SAS പറയുക, നോക്കി പറയുക. പഠിക്കുമോ? പഠിക്കൂടെ? കുറെ ഒരു നിമിഷം. ക്യാമറ ഓഫ് ചെയ്ത്, പൂജയ്ക്ക് ക്യാമറ ഓഫ് ചെയ്ത്, പൂജ മുകേഷ് ക്യാമറ ഓഫ് ചെയ്ത്, എല്ലാം ക്യാമറ ഓഫ് ചെയ്ത് കാണാതെ. ക്യാമറ ഓഫ് ചെയ്ത്. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യേണ്ടത് എക്സാം പാസ്സായിട്ട് മതി. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യേണ്ടത് എക്സാം പാസ് ശേഷം ഒരു ചെറിയ വീഡിയോ. ഞാൻ ഇങ്ങനെ പഠിച്ചത് കേട്ടോ. നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത സമയം അറിയാമോ? നിങ്ങളെ ഇത് ഫേസ് കാണാൻ സമയം അറിയാമോ? നിങ്ങൾ ഫേസ് കാണേണ്ട സമയം ഇപ്പോഴൊന്നും അറിയാമല്ലോ. നിങ്ങൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ ഫേസ് ഞാൻ കാണേണ്ട സമയം എക്സാം പാസ്സായ ശേഷം ഒരു ക്ലാസ് റിവ്യൂ അറിയാമല്ലോ. പറയേണ്ട ആവശ്യമില്ലല്ലോ. എക്സാം പാസ്സായ ശേഷം ഒരു ജസ്റ്റ് ക്ലാസ് റിവ്യൂ വീഡിയോ. അപ്പോഴാണ് നിങ്ങൾ ഫേസ് കാണാൻ. ഞാൻ നിങ്ങളുടെ ഫേസ് കാണാൻ സമയം ഇത് വിജയിച്ച ശേഷം മാത്രമേ കാണത്തുള്ളൂ. അത് മതിയല്ലോ. ഞാൻ നിങ്ങളുടെ ഫേസ് കാണുന്ന സമയം ഇത് വിജയിച്ച ശേഷം മാത്രമേ ഞാൻ നിങ്ങളുടെ ഫേസ് കാണാവൂ. കാണാൻ പാടില്ല. കണ്ടാ പോലെ കാണണോ? കണ്ടാ പോയി. കാണണോ? വേണ്ട. ആണോ? സോ ആസിഡ് ബേസ് ബാലൻസ് കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്താ? ആസിഡ് ബേസ് ബാലൻസ് കഴിഞ്ഞ ദിവസം 7 വരെ പഠിച്ചു. ആസിഡ് ബേസ് ബാലൻസ് കഴിഞ്ഞ ദിവസം 7 പഠിച്ചു. പറഞ്ഞേ, പഠിച്ചു. റിയൽ മെക്കാനിസം വരെയാണോ? ലാസ്റ്റ് ദിവസം ആസിഡ് ബേസ് ബാലൻസ് സ്റ്റോപ്പ് ചെയ്ത സ്ഥലം റിയൽ മെക്കാനിസം വരെയാണോ? റിയൽ മെക്കാനിസം എന്ന് പറയുമ്പോൾ ദ തേർഡ് ലൈൻ മെക്കാനിസം അല്ലേ? അതുവരെ സ്റ്റോപ്പ് ചെയ്യില്ലേ? സോ ഇന്ന് ആസിഡ് ബേസ് ബാലൻസിന്റെ അടുത്ത ചാപ്റ്റർ ആണ്. സോ ദാറ്റ് ഈസ് എന്താ? ആദ്യം ഇത് ABG നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം വരും, അറിയാമല്ലോ. ഞാൻ പറഞ്ഞ ആവശ്യമില്ല, അറിയാലോ. സോ ഹെഡിങ് ഇട്ടുള്ള ABG അനാലിസിസ്. ഫസ്റ്റ് വരുന്ന കാര്യമാണ് ABG അനാലിസിസ്. പറഞ്ഞ എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ എന്താ? pH ഓഫ് ബ്ലഡ് എത്രയാ? pH ഓഫ് ബ്ലഡ് എത്രയാ? നമ്മൾ എപ്പോഴും ABG നോക്കുമ്പോൾ ഫസ്റ്റ് അറിയുന്ന കാര്യം pH ഓഫ് ബ്ലഡ് എത്രയാ? pH ഓഫ് ബ്ലഡ് 7.35 to 7.45 അല്ലേ? 7.35 to 7.45 എപ്പോഴും pH ഓഫ് ബ്ലഡ് അല്ലേ?
പക്ഷെ അത് ചോദിക്കില്ല. അതിന് എക്സാം ചോദിക്കും. പക്ഷെ ചോദ്യമുണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയാ? ഇത് APG അനാലിസിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയാ? ഓക്സിജൻ എത്രയാ അറിഞ്ഞിരിക്കണം. എല്ലാ നഴ്സും അറിഞ്ഞിരിക്കണം. എല്ലാ നഴ്സും അറിഞ്ഞിരിക്കണം. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എപ്പോഴും എക്സാമിൽ ചോദിക്കും. ഒരു 80 തൊട്ട് 100, 80 തൊട്ട് 100. ബാക്കി യൂണിറ്റ് പറഞ്ഞേ. എം എച്ച് അല്ലേ? എം എച്ച് അല്ലേ? അല്ലേ? ഓക്സിജൻ ഗ്യാസ് ആണോ? ഓക്സിജൻ ഗ്യാസ് ആണോ? ഓക്സിജൻ ഗ്യാസ് അല്ലേ? ഓക്സിജൻ ഗ്യാസ് അല്ലേ? എപ്പോഴും കേൾക്കുന്ന വാക്കാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. എന്താ അർത്ഥം? എന്താ ഈ കുടിയുണ്ട്? എപ്പോഴും കേൾക്കുന്ന വാക്കാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. പാർഷ്യൽ പ്രഷർ എന്താ അത് അറിയാമോ? SIS പറഞ്ഞ ഞാൻ പഠിപ്പിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. പാർഷ്യൽ കേൾക്കാറുണ്ട്. ഇത് PSO2, ഇത് PO2. എന്താ ഇത്? PaO2 എന്നും PaCO2 എന്നും കേൾക്കാറുണ്ട്. പാർഷ്യൽ എന്താ അടിക്കൂടെ? പാർഷ്യൽ പ്രഷർ എപ്പോഴും കളിച്ചുകൊണ്ട് എന്തായിരിക്കും? എപ്പോഴെങ്കിലും ആലോചിച്ചുകൊണ്ട് എന്തായിരിക്കുമെന്ന്? എന്താ പാർഷ്യൽ പ്രഷർ? പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. എന്താ പാർഷ്യൽ പ്രഷർ? എന്താ? ഒരു സൊല്യൂഷനകത്ത് ഗ്യാസ് എത്രത്തോളം അത് ഡിസോൾവ് ചെയ്തിരിക്കുന്നതിനെ പറയുന്ന പേരെന്താ? ഒരു സൊല്യൂഷനകത്ത് ഗ്യാസ് എത്രത്തോളം അത് ഡിസോൾവ് ചെയ്തിരിക്കുന്നതിനെ പറയുന്ന പേരെന്താ? പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കാം. ഒരു സൊല്യൂഷനകത്ത് ഗ്യാസ് ഇല്ലേ, അത് എത്രത്തോളം അത് ഡിസോൾവ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന പേരെന്താ? പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കാം. കിട്ടിയോടെ? ഒരു ഒരു ലിക്വിഡ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗ്യാസ് അതിനകത്ത് ഇത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന പറയുന്ന പേരെന്താ? പാർഷ്യൽ പ്രഷർ. വിളിച്ചൂടെ? ഇപ്പൊ ഈ പറയും ഓക്സിജൻ ആയാലും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അല്ലേ? ഓക്സിജനും കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അല്ലേ? അല്ലേടെ? സോ ഒരു ഗ്യാസ് എപ്പോഴും ഒരു സൊല്യൂഷനകത്ത് എത്രത്തോളം ഡിസോൾവ് ചെയ്തിരിക്കുന്ന പറയുന്ന പേരെന്താ? ഒരു ഗ്യാസ് എപ്പോഴും ഒരു സൊല്യൂഷനകത്ത് എത്രത്തോളം ഡിസോൾവ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ടേം എന്താ? പാർഷ്യൽ പ്രഷർ ആണോ? പറഞ്ഞേ. ആ മനസ്സിലായി. ഞാൻ പഠിപ്പിക്കുമ്പോ സിമ്പിൾ ലാംഗ്വേജ് അല്ലേ? ഇതൊക്കെ പറഞ്ഞ ആവശ്യമുണ്ടോ? ABG മാത്രം പറഞ്ഞപ്പോ ABG എന്തെന്ന് മാത്രം ഞാൻ എല്ലാം പറയും കേട്ടോ. കാരണം നിങ്ങൾ എല്ലാം പഠിക്കേണ്ട ആവശ്യമാണ്. അങ്ങനെ ഒരു സമയത്ത് ബ്ലഡിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയാണ്? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്ലഡിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയാണ്? കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. കഴിഞ്ഞ DHS എക്സാമിൽ ചോദ്യമാണ്. ബ്ലഡിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്രയാണ്? 80 മുതൽ 100. യൂണിറ്റ് എന്താ? 80 മുതൽ 100 എന്ന് പറയുമ്പോൾ യൂണിറ്റ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. MmHg അല്ലേ? 80 മുതൽ 100 യൂണിറ്റ് ആണ് ഏറ്റവും പ്രധാനം. MmHg ആണ്. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ 80 മുതൽ 100 MmHg അല്ലേ? ആ അത്രയും കിട്ടിയല്ലോ. യെസ്. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എത്രയാ? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എത്രയാ? അതും ചോദ്യമാണ്. എത്രയാ? 35 to 45 mH അല്ലേ? 35 to 45 mmHg എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് അറിയില്ലേ? ചോദ്യം 35 മുതൽ 45 mmHg എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഓക്സിജൻ ആണെങ്കിൽ 80 മുതൽ 100, കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ 35 മുതൽ 45 ആണ്. അത് pH ആണെങ്കിൽ 7.35 മുതൽ 7.45. ഇത്രയും കിട്ടിയോ? ഇത്രയും കിട്ടിയോ?
ABGയിൽ ഇത് മൂന്നുമല്ലാതെ വേറെ എന്തെങ്കിലും നോക്കാറുണ്ടോ? ABGയിൽ ഇത് മൂന്നുമല്ലാതെ വേറെ എന്തെങ്കിലും നോക്കാറുണ്ടോ? എന്താണ്? സാച്ചുറേഷൻ നോക്കാറുണ്ടോ? സാച്ചുറേഷൻ ആൻഡ് ബൈകാർബൺ നോക്കാറുണ്ടോ? സാച്ചുറേഷനും ബൈകാർബൈഡ് നോക്കാറുണ്ടോ? pH പറഞ്ഞു, ഓക്സിജൻ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു. ചോദ്യങ്ങളാണ്. ABGയിൽ വേറെ എന്തെങ്കിലും ബൈകാർബൺ ഉണ്ടല്ലേ? ബൈകാർബണേറ്റ് ഉണ്ടോടെ? ഉണ്ടോ? എത്രയാ വാല്യൂ? നോർമൽ എത്രയാ? ബൈകാർബണേറ്റ് വാല്യൂ എത്രയാ? ഒരു 23 തൊട്ട് 23 മുതൽ 27 മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ. 23 മുതൽ 27 മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ. മറക്കരുത്, ബൈകാർബണേറ്റിന്റെ വാല്യൂ ചോദിച്ചാൽ 23 മുതൽ 27 മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ ആണ്. ഇനി SA പറ്റുണ്ടോ? സാച്ചുറേഷൻ ഓക്സിജൻ ഉണ്ടോ ABGയിൽ? ബൈകാർബണേറ്റ് കഴിഞ്ഞാൽ സാച്ചുറേഷൻ ഉണ്ട്. സാച്ചുറേഷൻ ഓക്സിജൻ എത്ര വേണം? 95 to 100 അല്ലേ? 95 to 100% അല്ലേ? ഇത്രയും പഠിക്കുമ്പോൾ ഒരു വാല്യൂ എപ്പോഴും പഠിക്കാറില്ല. ഇത് ബേസ് എക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് എക്സസ് കേട്ടിട്ടുണ്ടെങ്കിൽ ബേസ് എക്സസ് കേട്ടുണ്ടോ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും സാച്ചുറേഷനും പഠിക്കും, പക്ഷെ ബേസ് എക്സസ് കേട്ടിട്ടുണ്ടോ? ഇത് ബ്ലഡ് എപ്പോഴും അസിഡിക് ആണോ ആൽക്കലിയാണോ? ബ്ലഡ് എപ്പോഴും അസിഡിക് ആണോ ആൽക്കലിയാണോ? ജസ്റ്റ് ഓർമ്മിച്ചാൽ മാത്രം മതി, ചോദിക്കില്ലെങ്കിൽ പഠിക്കുക. ഇത് ബ്ലഡ് എപ്പോഴും സ്ലൈറ്റ്ലി ഇത് ബേസിക് ആണോ ആൽക്കലൈൻ? ആൽക്കലൈൻ എന്ന് പറയുമ്പോൾ ബേസിക് അല്ലേ? ആൽക്കലൈൻ എന്ന് പറയുമ്പോൾ എപ്പോഴും പറയും ബ്ലഡ് ഇത് ബേസിക് അല്ലേ? ബേസിക് അല്ലേ? സ്ലൈറ്റ്ലി ബേസിക് അല്ലേ? സോ ബേസിക് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? -2 തൊട്ട് +2 മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ ആണ്. -2 തൊട്ട് +2 മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ എപ്പോഴും ബേസ് എക്സസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് എപ്പോഴും സ്ലൈറ്റ്ലി ആൽക്കലൈൻ അല്ലേ? അല്ലേടേ? ആണോ അല്ലയോ? ആണോ? യെസ്. ആണോ? ബ്ലഡ് ആൽക്കലൈൻ ആൽക്കലൈൻ. ചോദിക്കും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ എത്രയാ? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? പ്രീവിയസ് കേരള PC എക്സാം ചോദ്യം. ഓക്സിജൻ മാത്രം പഠിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പഠിക്കും. എത്രയാ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? 80 മുതലാണോ 35 ആണോ? തെറ്റിക്കാ പറയട്ടെ. കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? 35 to 45 മില്ലി ഈക്വൽ ആണോ? MMSC ആണോ? MMOH അല്ലേ? മറക്കരുത്, ലാസ്റ്റ് ഉള്ള വാക്കാണ് മറക്കാത്തത്. MMSC ആണോ? മില്ലി തെറ്റിക്കാതെ പറയാം. MMSC അല്ലേ? മറക്കരുത്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ചോദിച്ചാൽ 35 45 മില്ലി ആണോ? MMOHG ആണ്. ഇത് ബൈകാർബൺ എത്രയാ? ബൈകാർബണേറ്റ് ആണെങ്കിൽ 20 മുതൽ 27 മില്ലി ഈക്വലന്റ് അല്ലേ? ബൈകാർബണേറ്റ് 23 മുതൽ 27 മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ. സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ എത്രയാ? സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ എത്ര? ഓക്സിജൻ 95 to 100. ബേസ് എക്സസ് എത്ര? ബേസ് ആണെങ്കിൽ -2 to +2 വരെ. pH-ന് എക്സാം ചോദിച്ചാൽ ഇതിൽ നിന്ന് ചോദ്യം വരും. എപ്പോഴും ഈ 6 ചോദ്യങ്ങൾ ചോദിക്കും. ബൈകാർബണേറ്റും SaO2 ബേസ് എക്സ്ചേഞ്ചും pH-ഉം ABG ചോദിക്കണ്ടല്ലോ, അറിയാലോ. ABG വാല്യൂസ് എപ്പോഴും എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം ഉറപ്പായി തന്നെ വരും. പഠിക്കുക. കിട്ടിയല്ലോ? JPH പറഞ്ഞ് പഠിക്കടേ, ചോദ്യം വരും. ശരിയല്ലേ? JPH വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ പറഞ്ഞു പഠിക്ക്, ചോദ്യം വരും.
പഠിക്ക് ചോദ്യം വരും. പഠിക്ക് ചോദ്യം വരും. ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടോ? ആ പ്രസന്റ് ചെയ്യുന്ന ജോലി ചെയ്യുന്നുണ്ടോ? പറഞ്ഞു. ആ പ്രസന്റ് ചെയ്യും എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടോ? ടുമോറോ പെട്ടെന്ന് ആ ജോലി എന്ത് ചെയ്യും? ടുമോറോ നാളെ രാവിലെ കണ്ണു തുറക്കുന്ന സമയത്ത് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഒറ്റ ചോദ്യം. ഇപ്പൊ പോകും ജോലിക്ക്, ഇപ്പൊ പോകും ജോലി, നാളെ രാവിലെ കണ്ണു തുറക്കുമ്പോ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ഇനി ജോലിയില്ല, ആ ഒരു കോൺട്രാക്ട് കഴിഞ്ഞു, എന്ത് ചെയ്യും? അവസ്ഥ എന്ത് ചെയ്യും? സത്യം പറയും. ഇന്നവൾ ജോലിയുണ്ട്, നാളെ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ബെറ്റർ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് അത്രയും ദിവസം കഴിഞ്ഞു പോയ ആ ഒരു ചെലവ് മേടിക്കാൻ പറ്റും. അത്രയും ദിവസം ആ ഒരു പൈസ കൊണ്ടാണ് കഴിഞ്ഞു പോയില്ലേ? അത്രയും ദിവസം ആ ഒരു പൈസ കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തു പോയതല്ലേ? ശരിയല്ലേ? വേറെ ജോലി നോക്കുന്ന സമയത്ത് വേറെ ജോലി നോക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ ചോദിക്കുകയാണ്, പെട്ടെന്ന് ജോലി പോകുമ്പോ അത്രയും ദിവസമുള്ള കാര്യങ്ങൾ എല്ലാ അവസ്ഥ മാറില്ലേ? വേറെ ജോലി നോക്കുമെന്ന് പറഞ്ഞ ആൾ ചോദിക്കുകയാണ്, പെട്ടെന്ന് തന്നെ പോകുമ്പോ അത്രയും ദിവസം ഇത് മെയിൻറ്റെയിൻ ചെയ്തു വന്ന ആ ഒരു ചെലവുകളുടെ കാര്യം അവതാളത്തിലാകില്ലേ? മാറില്ലേ? 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 മാറും. മാറും. ആ അവസ്ഥ ആർക്ക് വന്നിട്ടുണ്ടോ? ആ ഒരു അവസ്ഥ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും കൊണ്ടിട്ടുണ്ടോ മുമ്പായിട്ട്? ആ ഒരു അവസ്ഥ ആർക്കെങ്കിലും മുൻപായിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എനിക്കറിയില്ല, നിങ്ങളുടെ ഇത് ബാക്ക്ഗ്രൗണ്ട് അറിയില്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയില്ല, നിങ്ങൾ ചോദിക്കുകയാണ്. പക്ഷെ എന്റെ അടുത്ത് വരുമ്പോ എല്ലാവരും ഒരുവിധം കഷ്ടപ്പെട്ട് പഠിക്കും. ഞാനപ്പോ എന്താണ് എപ്പോഴും ഇത് കഷ്ടപ്പാടല്ലേ, ആ ഒരു കഷ്ടപ്പാടിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. അത് വേണ്ടേ? അല്ലാതെ എന്താണ് കാര്യമുണ്ടോ? കാര്യമുണ്ടല്ലാതെ ഇല്ല. കഷ്ടപ്പാട് അറിഞ്ഞ് പഠിക്കണ്ടേ? കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിഞ്ഞ് പഠിക്കണ്ടേ? കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിഞ്ഞ് പഠിക്കുക വേണ്ടേ? പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ ചെയ്ത ജോലി പോയി കഴിഞ്ഞാൽ അനുഭവിക്കുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ? പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ ചെയ്ത ജോലി പോയി കഴിഞ്ഞാൽ അതിന്റെ വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് ആർക്കും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഗവൺമെന്റ് ജോലിയിലോട്ട് പ്രവേശിക്കാൻ ഞാൻ പറയുന്നത്. എല്ലാവരും പറയാം എപ്പോഴും, പഠിക്കടി പഠിക്ക്, കേറി കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ, ഗവൺമെന്റ് കുഴപ്പമില്ലല്ലോ, പഠിക്കണം, കേറണം. ആ ഒരു പേടി വേണ്ട. നാളെ ജോലി പോകുമെന്ന് പറഞ്ഞ് പേടി വേണ്ട. കേൾക്കുന്നുണ്ടോ? ഗവൺമെന്റിൽ കയറുക, സർക്കാർ സർവീസിൽ കയറുക, അവർ ജോലി പോകുമ്പോ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 12 മാസം ജോലി, 13 മാസം ശമ്പളം. കേൾക്കുന്നുണ്ടോ? ബോണസ്, വിത്ത് ബോണസോടെ പോകാം. താല്പര്യമില്ല? താല്പര്യമില്ലേ? താല്പര്യമില്ലേ? താല്പര്യമില്ലേ?
ഇപ്പൊ കാണിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ കാണും താല്പര്യം? ഇപ്പോൾ കാണിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ കാണി താല്പര്യം ഉണ്ട്. എക്സാമിന് ചോദ്യം വന്നില്ലെങ്കിൽ എന്നെ കുറ്റം പറയും കേട്ടോ, എന്നെ പറയാൻ പറ്റുമല്ലോ. പക്ഷെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ആരെ കുറ്റം പറയും? പഠിച്ചില്ലെങ്കിൽ ആരെ കുറ്റം പറയും? സ്വന്തം തെറ്റ പറയാൻ പറ്റുമോ? സ്വന്തം മിസ്റ്റേക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ ആത്മാർത്ഥമായി പഠിക്കും, അത് അതുപോലെ പഠിച്ചെടുക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അപ്പം നമ്മൾ ആസറ്റ് ബേസ് ബാലൻസ് കണ്ടു അല്ലേ? ആസറ്റ് ബേസ് ബാലൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടു ഇതിനകത്ത് നമുക്ക് കാണാനുള്ള 4 തരത്തിലുള്ള ആസിഡ് ബേസ് ഇംബാലൻസ് ഉണ്ട്. പേരറിയാമോ? നമുക്ക് ആസിഡ് ബേസ് ബാലൻസ് എല്ലാം കണ്ടു, 4 തരത്തിലുള്ള ആസിഡ് ബേസ് ഇംബാലൻസ് പഠിക്കാനുണ്ട്. പേരറിയാമോ? അറിയാമോ? പണ്ട് കേൾക്കുന്ന വാക്കുകളാണ്. റെസ്പിറേറ്ററി ആസിഡോസ് എന്നും റെസ്പിറേറ്ററി ആൽക്കലോസ് എന്നും കേൾക്കാറുണ്ടോ? അറിയാമോ? അപ്പൊ നമുക്ക് കാണാനുള്ളത് 4 തരത്തിലുള്ള ആസിഡ് ബേസ് ഇംബാലൻസ് ആണ് പഠിക്കാനുള്ളത്. ഓരോന്നും നോക്കാം. ABC കണ്ടു, പേരറിയാം. പരീക്ഷയ്ക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ ചോദിക്കും. പരീക്ഷയ്ക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ചോദ്യം വരും. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ തന്നെ പഠിക്കണം, ചോദ്യം വരും. സോ ഫസ്റ്റ് വൺ ഇസ് റെസ്പിറേറ്ററി ആസിഡോസിസ്. സ്ക്രീനിൽ കാണാം. ഫസ്റ്റ് വൺ ഇസ് റെസ്പിറേറ്ററി ആസിഡോസ്. ഹെഡിങ് ഇടുക. റെസ്പിറേറ്ററി ആസിഡോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡോസ് എന്തായിരിക്കും? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ റീറ്റെയിൻ ചെയ്യുന്നത്, ഓക്സിജൻ ആണോ? റെസ്പിറേറ്ററി ആസിഡോസിസ് എന്ന് പറയുമ്പോൾ അവിടെ റീറ്റെയിൻ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഓക്സിജൻ ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്തുകൊണ്ടാകുന്ന ആസിഡോസ് പറഞ്ഞപ്പോൾ എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന ടൈപ്പ് ഓഫ് അസ്വസ്ഥത റെസ്പിറേറ്ററി അല്ലേ? റെസ്പിറേറ്ററി അല്ലേ? റെസ്പിറേറ്ററി. അസിഡോസ് പറയുമ്പോൾ ആര് കൂടെ ഓടിക്കണേ? H+ അയോൺസ് അല്ലേ? അസിഡോസിസ് എന്ന് പറയുമ്പോൾ ആര് കൂടും? H+ അയോൺസ് അല്ലേ? അസിഡോസിസ് എന്ന് പറയുമ്പോൾ ആര് കൂടും? H+ അയോൺസ് അല്ലേ? H+ അയോൺസ് അല്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്യുകയും H+ അയോൺസ് കൂടുകയും ചെയ്യും. അവിടെ pH കുറെ കൂടും. കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്യുകയും H+ അയോൺസ് കൂടുകയും ചെയ്യുമ്പോൾ pH വാല്യൂ കൂടെ കുറയും. താഴോട്ട് പോകും. pH വാല്യൂ താഴോട്ട് എന്ന് പറയുമ്പോൾ 7.35 താഴോട്ട് പോകുന്നത് pH എപ്പോഴും കുറയും ചെയ്യല്ലേ? pH 7.35 താഴോട്ട് പോയി ചെയ്യും. മറക്കരുത്, അസിഡോസിസ് എന്ന് പറഞ്ഞാൽ H+ അയോൺസ് ആണ് കൂടുതലല്ലേ? എപ്പോഴും അസിഡോസിസ് എന്ന് വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരേണ്ട കാര്യം H+ അയോൺസ് കൂടുകയും കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്യുകയും ചെയ്യല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ pH വാല്യൂ കുറയുകയാണ് ആസിഡോസിലെ. റെസ്പിറേറ്ററി ആസിഡോസിസ് pH വാല്യൂ കൂടുക അറിയോ? കുറയും. മറക്കരുത്. ഇത്രയും മനസ്സിലാക്കും. 2 കാര്യം മനസ്സിലാക്കും. കാരണം ഇത് പഠിക്കാതെ പോകുന്ന കാര്യമാണ്. കാര്യം മനസ്സിലാക്കാൻ കാണാൻ പഠിക്കാതെ പോകുന്ന കാര്യമാണ്. കിട്ടിയല്ലോ? യെസ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ റീറ്റെയിൻ ചെയ്യുന്ന പറയുമ്പോൾ ABC അനാലിസിസിൽ അവിടെ ഏത് വാല്യൂ വ്യത്യസ്തം വരും? കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ABC വാല്യൂവിൽ ഏതിനാ വ്യത്യാസം വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ABC വാല്യൂവിന് ഏതിനാ വ്യത്യാസം വരുന്നത്? ആലോചിച്ചു. തിങ്ക്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്തെന്ന് പറയുമ്പോൾ ABC അനാലിസിസ് ഏത് വാല്യൂവിന് വ്യത്യാസം വരും? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോർ ദാൻ 45 mmHg കൂടുതലേ 45 mmHg കൂടുതലായിട്ട് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പോകും. ഇതാണ് യൂഷ്വലി
റെസ്പിറേറ്ററി ആസിഡോസിസ് കാണുന്നത്. റെസ്പിറേറ്ററി ആസിഡോസിസ് വന്നാൽ എപ്പോഴും പാർഷ്യൽ പ്രഷർ ഓഫ് എന്ത് കൂടും? ഓക്സിജൻ ആണോ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? റെസ്പിറേറ്ററി ആസിഡോസിസ് വന്നാൽ എന്ത് കൂടും? കാർബൺ ഡൈ ഓക്സൈഡ് കൂടും. pH കുറെ കൂടും, pH കുറയും. ഓക്സിജൻ കുറെ കൂടും, ഓക്സിജൻ കുറയില്ലേ? ഓക്സിജൻ കുറയും, pH കുറയും, കാർബൺ ഡൈ ഓക്സൈഡ് കൂടും. കിട്ടിയോ? റെസ്പിറേറ്ററി ആസിഡോസ് കിട്ടിയോ? കിട്ടിയോ? എന്ത് കുറയും? എന്തൊക്കെ കുറയും പറഞ്ഞേ? pH കുറയും, ഓക്സിജൻ കുറയും, pH ഓക്സിജൻ. എന്ത് കൂടും? കാർബൺ ഡൈ ഓക്സൈഡ് 45 കാട്ടിൽ എപ്പോഴും എന്താണ്? കാർബൺ കിട്ടിയല്ലോ. കിട്ടിയോ? സിമ്പിൾ അല്ലേ? പഠിക്കാൻ സിമ്പിൾ അല്ലേ? സിമ്പിൾ. കിട്ടിയോ? റെസ്പിറേറ്ററി അസുഖം വന്നാലേ ബോഡി എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ ബോഡി ഫസ്റ്റ് കോമ്പൻസേറ്ററി മെക്കാനിസമായിട്ട് എന്ത് ചെയ്യും? എന്തായിട്ട് ചെയ്തത്? എന്ത് ചെയ്യും? റെസ്പിറേറ്ററി അസിഡോസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കോമ്പൻസേറ്ററി മെക്കാനിസമായിട്ട് എന്ത് ചെയ്യും? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആരാ? ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആരാ? ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആരാ? ബഫർ അല്ലേ? ബഫർ അല്ലേ? ബഫർ അല്ലേ? ഓർമ്മിക്കണം, ഓർമ്മിക്കണം. ബഫർ അല്ലേ? ബഫർ ആയിരിക്കും ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ബഫർ സിസ്റ്റമാണ്. അപ്പോ അതൊരു കോമ്പൻസേറ്ററി മെക്കാനിസമായിട്ട് ആരെ കൂട്ടും? ഇവിടെ ആരെ കൂട്ടും? ബൈകാർബണേറ്റ് കൂട്ടില്ലേ? കോമ്പൻസേറ്ററി മെക്കാനിസമായിട്ട് ബൈകാർബണേറ്റ് കൂട്ടും. മറക്കരുത്. ഇത്രയും കിട്ടിയത്. റെസ്പിറേറ്ററി ആസിഡോസിസ് കോമ്പൻസേറ്ററി മെക്കാനിസമായിട്ട് ആരെയാണ് കൂട്ടുന്നത്? ബൈകാർബണേറ്റ് കൂട്ടല്ലേ? റെസ്പിറേറ്ററി ആസിഡോസിസ് എപ്പോഴും കോമ്പൻസേറ്ററി കൂട്ടും, ബൈകാർബണേറ്റിനെ കൂട്ടും. ഇപ്പോ തന്നെ പഠിച്ചു പോകണം. എക്സാമിൽ തരുന്നത് ABG വാല്യൂ ആയിരിക്കും. ABG വാല്യൂ ആയിരിക്കും. അതിൽ ചോദ്യം ഇതായിരിക്കും. pH 7.35 താഴെ ആയിരിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 45 മുകളിലാണെങ്കിൽ ബൈകാർബണേറ്റ് ആയിരിക്കും. pH 7.35 താഴെ ആയിരിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 45 മുകളിലായിരിക്കുമെങ്കിൽ ബൈകാർബണേറ്റ് ആയിരിക്കും. കൂടെ കുറയും, കൂടെ കുറയും. pH 7.35 താഴെയാണ്. പാർഷ്യൽ പ്രഷർ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് 45 കാർബൺ എത്ര ആയിരിക്കും ഇവിടെ? ബൈകാർബണേറ്റ് കൂടും. കൂടൂലേ? കൂടൂലേ? കൂടും. 27 മുകളായിരിക്കും അല്ലേ? ബൈകാർബണേറ്റ് എപ്പോഴും 27 മുകൾ. ചോദ്യം ഇതായിരുന്നു. കേരള PSC എക്സാം മുൻകാല ചോദ്യം ഇതായിരുന്നു. ABG വാല്യൂ ചോദിക്കും. pH 7.35 താഴെയാണെങ്കിൽ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 45 മുകളിലാണെങ്കിൽ ബൈകാർബണേറ്റ് വാല്യൂ എത്രയായിരിക്കും? 27 മുകളിലല്ലേ? 27 മുകളിലേ? പഠിക്കുന്നുണ്ട് എല്ലാവരും, എല്ലാവരും പഠിക്കുന്നുണ്ട്. എബോവ് 27 അല്ലേ? എബോവ് 27 അല്ലേ? വീണ്ടും ഇങ്ങനെ ചോദിക്കും. ബൈകാർബണേറ്റ് കൂടിക്കഴിഞ്ഞാൽ അസിഡോസ് ആണോ ആൽക്കലോസ് ആണോ? ബൈകാർബണേറ്റ് കൂടിക്കഴിഞ്ഞാൽ അസിഡോസ് ആണോ ആൽക്കലോസ് ആണോ? ആൽക്കലോസ് അല്ലേ? പറഞ്ഞേ. ഇത്രയും കിട്ടിയോ? ഇത്രയും കിട്ടിയോ? കിട്ടുന്നുണ്ടോ? 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 യെസ്. ഈ പറഞ്ഞ ബൈകാർബണേറ്റ് എപ്പോഴെങ്കിലും ഇത് നോർമൽ ആയിട്ടുള്ള ഇത് ബ്ലഡ് റിസൾട്ട് കിട്ടുമോ? ബൈകാർബണേറ്റ് നോർമൽ ആയിട്ടുള്ള ഇത് ബ്ലഡ് റിസൾട്ട് കിട്ടുമോ? ബ്ലഡ് റിസൾട്ട് കിട്ടാറുണ്ടോ? ഉണ്ടോ? ഇത് pH കുറഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ ബൈകാർബണേറ്റ് നോർമലായ ബ്ലഡ് റിസൾട്ട് കിട്ടുമോ? pH കുറയുന്നു,
കാർബൺ ഡൈ ഓക്സൈഡ് കൂടി കഴിഞ്ഞാൽ ബോഡിയിൽ എപ്പോഴെങ്കിലും നോർമൽ റിസൾട്ട് കിട്ടുമോ? പി എച്ച് കുറയുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ നോർമൽ കിട്ടുമോ? കിട്ടുമോടെ പറഞ്ഞേ. നമ്മുടെ ബോഡിക്കകത്ത് പി എച്ച് കുറയും, കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ പി എച്ച് കുറയും, കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ ബോഡി അപ്പോ തന്നെ ബൈകാർബൺ ലെവൽ കൂട്ടാൻ ശ്രമിക്കില്ലേ? ബോഡി അപ്പോ തന്നെ ബൈകാർബൺ ലെവൽ കൂട്ടാൻ. അത് എക്സാമിൽ പേര് കേൾക്കാറുണ്ട്. എക്സാമിൽ പേര് കോമ്പൻസേറ്ററി മെക്കാനിസം കേൾക്കാറുണ്ട്. പേര് എക്സാമിന് കോമ്പൻസേറ്ററി മെക്കാനിസം എന്നൊരു പേര് കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ടോ? ബോഡിയിൽ പി എച്ച് കുറയുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബോഡി എന്ത് ചെയ്യും? ബൈകാർബൺ ലെവൽ കൂട്ടാറല്ലേ? ബോഡിക്കകത്ത് യൂഷ്വലി ബോഡിക്കകത്ത് പി എച്ച് കുറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞപ്പോഴും ബൈകാർബൺ ലെവൽ കൂട്ടും. അത് നമ്മൾ എന്തുപിടിക്കും? കോമ്പൻസേറ്ററി ആയിട്ട് ഈ പറഞ്ഞ ബൈകാർബൺ കൂട്ടാറ് കേട്ടിട്ടുണ്ടെങ്കിലും കോമ്പൻസേറ്ററി മെക്കാനിസം എന്ന് എവിടെയെങ്കിലും കോമ്പൻസേറ്ററി മെക്കാനിസം എന്ന പേര് എവിടെ കണ്ടുണ്ടോ? എയിംസ് സ്കൂൾ എക്സാം, എയിംസ് സ്കൂൾ എക്സാംസിനകത്ത് കോമ്പൻസേറ്ററി അൺകോമ്പൻസേറ്ററി കേൾക്കാറുണ്ടോ? അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ശ്രദ്ധ കൊടുക്കേണ്ടത് വാല്യൂ ഏതാ? പി എച്ച് ആണോ, ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏതാ? പി എച്ച് നോക്കിയാൽ പോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട വാല്യൂ ഇത്രയും പറഞ്ഞപ്പോ ഏതാ? പി എച്ച് അല്ലേ? പി എച്ച് നോക്കിയാൽ നമ്മൾ എന്ത് നോക്കുന്നത്? ആദ്യം പി എച്ചിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് അല്ലേ? കാരണം എന്താ? പി എച്ച് കൂടി എന്താ? 6 ക്ലാസ് അല്ലേ? പി എച്ച് കൂടി എന്താ? പി എച്ച് കൂടി 6 ക്ലാസ് ആണോ? പി എച്ച് കൂടി 6 ക്ലാസ് ആണോ? യെസ്, 6 ക്ലാസ് അല്ലേ? പി എച്ച് കുറഞ്ഞാലോ? ചോദിക്കും. പി എച്ച് കുറഞ്ഞാൽ അസുഖ. നമ്മൾ ഇത്രയും പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട പി എച്ചിനെ കുറിച്ചാണ്. പി എച്ച് അത് കൂടിക്കഴിഞ്ഞാൽ ആൽക്കലോസും, പി എച്ച് കുറഞ്ഞാൽ ആസിഡോസുമാണ് അല്ലേ? പക്ഷെ ഇവിടെ ഇത് റെസ്പിറേറ്ററി അസിഡോസ് പറഞ്ഞില്ലേ? റെസ്പിറേറ്ററി അസിഡോസ് പറഞ്ഞാൽ അവിടെ വ്യത്യാസം ഉണ്ടോ? റെസ്പിറേറ്ററി അസിഡോസ് വലിയ വ്യത്യാസം ഉണ്ടോ പി എച്ചിന്? റെസ്പിറേറ്ററി അസിഡോസും പി എച്ചിന് വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ പി എച്ച് കിട്ടില്ല. ഒരുപക്ഷെ പി എച്ച് കിട്ടി എന്ത് ചെയ്യും? പി എച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കും? പി എച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താ? പി എച്ച് കിട്ടിയില്ലെങ്കിൽ അടുത്ത് നോക്കുന്നത് എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ലെവലിലെ. ആലോചിക്ക്, പി എച്ച് കിട്ടുന്നില്ല. പി എച്ച് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത് നോക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ എപ്പോഴും നോക്കും. മറക്കരുത്, നമുക്ക് ഈ പറഞ്ഞതിൽ പി എച്ച് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ നോക്കുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എത്ര മുകളിലായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ എത്രയും മുകളിലായിരിക്കും? 45 മുകളിലെ 45 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ആൻഡ് ബൈകാർബണേറ്റ് കൂടുതലായിരിക്കും. ബൈകാർബണേറ്റ് കൂടുതലായിരിക്കും. ബൈകാർബണേറ്റ് കൂടുതലായിരിക്കും. എവു 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 27 മുകളിലായിരിക്കും. അപ്പൊ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, ബൈകാർബണേറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടീഷൻ പറയാം? റെസ്പിറേറ്ററി ആസിഡോസിസ് എന്ന് പറയല്ലേ? റെസ്പിറേറ്ററി ആസിഡോസിസ് പറഞ്ഞൂടെ? രണ്ടും കൂടുതലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, വേറെ ഒന്നുമില്ല. ബൈകാർബണേറ്റ് കൂടുതലേ. കാർബൺ ഡൈ ഓക്സൈഡും ബൈകാർബണേറ്റ് കൂടുതലാണെങ്കിൽ റെസ്പിറേറ്ററി ആസിഡോസിസ് എന്ന് പറയാം. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? റെസ്പിറേറ്ററി ആസിഡോസിനെ കുറിച്ച് എന്തൊക്കെ കൂടും കുറയും എന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പഠിക്കാതെ പോകുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇത് പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? പണ്ട് എവിടെയും പഠിച്ചിട്ടുണ്ട്? പണ്ട് എവിടെയും പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ? ഉണ്ട്.
പക്ഷേ ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമില്ലേ? ഒരു കൺഫ്യൂഷൻ ഉള്ള ചോദ്യങ്ങൾ ഇതൊക്കെ. എന്ത് കൂടെ എന്ത് കുറയല്ലേ? ഓർമ്മയില്ല, തിരിഞ്ഞു പോറില്ലേ, മാറിയും മറിഞ്ഞു പോറില്ലേ? ഞാനിവിടെ എന്താ കൂടുന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ത് കൂടെ ഇവിടെ? റെസ്പിറേറ്ററി അസിഡോസിൽ എന്തൊക്കെ കൂടും? റെസ്പിറേറ്ററി അസിഡോസിൽ എന്ത് കൂടും? കാർബൺ ഡൈ ഓക്സൈഡും ബൈകാർബണേറ്റും. കാർബൺ ഡൈ ഓക്സൈഡും ബൈകാർബണേറ്റും രണ്ടും കൂടിയ അസിഡോസിസ്. അത് 2 വാക്ക് മറക്കൂലല്ലോ. 2 വാക്ക് മറക്കരുത്. ഇല്ല. ഇനി എത്ര ടൈപ്സ് ഉണ്ട്? റെസ്പിറേറ്ററി ആസിഡ് ടൈപ്പ് ഉണ്ട്. എത്ര ടൈപ്സ്? റെസ്പിറേറ്ററി ആസിഡ് 2 ടൈപ്പ് ഉണ്ട്. റെസ്പിറേറ്ററി ആസിഡ് പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും? അക്യൂട്ട് ഉണ്ട്. അക്യൂട്ട് ക്രോണിക് ആണോ? എത്ര ടൈപ്പ് ഉണ്ട് റെസ്പിറേറ്ററി? 2 അല്ലേ? ഏതൊക്കെയാ? അക്യൂട്ട് ക്രോണിക് ഉണ്ട് അല്ലേ? ഫസ്റ്റ് ഇസ് എന്താണ് അക്യൂട്ട് റെസ്പിറേറ്ററി ആസിഡോസ്? എന്തായിരിക്കും അക്യൂട്ട് റെസ്പിറേറ്ററി ആസിഡോസ് എന്ന് പറയുന്നത്? യൂഷ്വലി കാണുന്നതായിരിക്കും. യൂഷ്വലി അക്യൂട്ട് റെസ്പിറേറ്ററി ആസിഡോസിസ് ആരിൽ കാണും? ആരിൽ കാണും? ആരിൽ കാണും? ആര് കാണുന്നുമ്പേ അക്യൂട്ടിനകത്ത് പി എച്ച് കുറെ കൂടും. അക്യൂട്ടിനകത്ത് പി എച്ച് കുറെ കൂടും. പി എച്ച് കുറയുമോ കൂടോ? അക്യൂട്ട് റെസ്പിറേറ്ററി ആസിഡോസിനകത്ത് പി എച്ച് കുറവായിരിക്കും. 7.35 കടലും പി എച്ച് എപ്പോഴും അക്യൂട്ട് റെസ്പിറേറ്ററിക്കകത്ത് കുറവായിരിക്കും. മാത്രമല്ല കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. കാർബൺ ഡയോക്സൈഡ് കൂടുമോ? അക്യൂട്ട് റെസ്പിറേറ്ററി ആസിഡോസിനകത്ത് പി എച്ച് കുറവാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് 45 mmHg കൂടുതൽ. കാർബൺ ഡയോക്സൈഡ് പി എച്ച് കുറയും, കാർബൺ ഡയോക്സൈഡ് കൂടുതൽ. മറക്കരുത്, അക്യൂട്ട് റെസ്പിറേറ്ററി ആസിഡോസിനകത്ത് പി എച്ച് 7.35 കുറവാകുകയും കാർബൺ ഡയോക്സൈഡ് 45 മുകളിലോട്ട് പോവുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇത് വിളിക്കാം അക്യൂട്ട് റെസ്പിറേറ്ററി ആസിഡോസ്. ശരിയല്ലേ? ചോദ്യം വരും, പി എച്ച് കുറയുന്നു. 7.35 പി എച്ച് കുറയും, കാർബൺ ഡയോക്സൈഡ് ലെവൽ കൂടിയാൽ എന്ത് വിളിക്കാം? അക്യൂട്ട് വിളിക്കും. പക്ഷെ ക്രോണിക് എന്തായിരിക്കും? ദ ക്രോണിക് റെസ്പിറേറ്ററി ആസിഡോസിസ് എന്ന് പറയുന്നതായിരിക്കും. ഇവിടെ എന്താണ് ഇന്ന് നോർമലൈസ് ചെയ്തത്? ക്രോണിക്കിനകത്ത് എന്താണ് നോർമലൈസ്? ചോദ്യം വരും, ക്രോണിക്കിനകത്ത് ഏത് വാല്യൂ ആണ് നോർമലൈസ് ചെയ്തത്? ചോദ്യമാണ്. എന്ത് കൂടുന്നല്ല, ഏത് നോർമലി? തെറ്റിപ്പോകുന്ന കാര്യമാണ്. പി എച്ച് ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, ബൈകാർബണേറ്റ് ആണോ? ദ ക്രോണിക് റെസ്പിറേറ്ററി അസിഡോസിനകത്ത് ഏത് വാല്യൂ ആണ് നോർമലൈസ് ചെയ്തത്? അറിയാമോ? ഇവിടെ ആണ് നോർമലൈസ് ചെയ്തത്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോഴും 40 മുകളിൽ തന്നെ ആയിരിക്കും. ക്രോണിക് റെസ്പിറേറ്ററി അസിഡോസിനകത്ത് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് 40 മുകളിൽ തന്നെയായിരിക്കും. പക്ഷേ പി എച്ച് നോർമൽ ലിമിറ്റ് ആയിരിക്കും കേട്ടോ. പി എച്ച് എപ്പോഴും നോർമൽ ലിമിറ്റിലായിരിക്കും. ക്രോണിക് റെസ്പിറേറ്ററി അസിഡോസിനകത്ത് പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്. 45 mmHg കാർബൺ ഡൈ ഓക്സൈഡ് കൂടും. പക്ഷേ പി എച്ച് നോർമലൈസ് എന്തുകൊണ്ടാ? കാരണം എന്തുകൊണ്ടാ പി എച്ച് നോർമൽ ആവും? കാരണം എന്താ? ബഫർ സിസ്റ്റം അല്ലേ? ബഫർ സിസ്റ്റവും റിയൽ കോമ്പൻസേഷനും. ബഫറും റിയൽ കാരണമല്ലേ? ബഫറും റിയൽ സിസ്റ്റവും കാരണത്തിന്റെ കോമ്പൻസേഷൻ കാരണം എന്ത് ചെയ്യും? പി എച്ച് എപ്പോഴും ഇവിടെ ക്രോണിക് റെസ്പിറേറ്ററി അസിഡോസിസ് നോർമൽ ആയിരിക്കും. ചോദ്യം വരും, ക്രോണിക് റെസ്പിറേറ്ററി അസിഡോസിസ് എന്താണ് കൂടുതൽ? എന്ത് മാത്രം കൂടുതൽ? കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം 45 മുകളിൽ കൂടുതൽ. ഏത് നോർമൽ? പി എച്ച് എപ്പോഴും നോർമൽ ലിമിറ്റിലായിരിക്കും. കാരണം ബഫർ സിസ്റ്റവും റിയൽ കോമ്പൻസേഷൻ കാരണം എപ്പോഴും പി എച്ച് എപ്പോഴും നോർമൽ ലിമിറ്റിൽ ആയിരിക്കും. ക്ലിയർ? ഒരു പ്രശ്നം ആർക്കും റെസ്പിറേറ്ററി അല്ലേ?
പ്രശ്നം റെസ്പിറേറ്ററിക്കല്ലേ? ഇവിടെ പ്രശ്നം റെസ്പിറേറ്ററിക്കല്ലേ? പ്രശ്നം റെസ്പിറേറ്ററിക്കായാലും ആ പ്രശ്നം അവിടെ നീക്കാൻ പറ്റും. ഇവിടെ പ്രശ്നം റെസ്പിറേറ്ററിക്കായാലും ആ ഒരു പ്രശ്നം അവിടെ മാത്രം തീർക്കാൻ പറ്റുമോ? ഇല്ല. പറ്റൂടെ? പ്രശ്നം റെസ്പിറേറ്ററി ആയാലും പ്രശ്നം അവിടെ മാത്രം തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് തേർഡ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? തേർഡ് ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? തേർഡ് ലൈൻ ആരാ? തേർഡ് ലൈൻ ആരാ? മൂന്നാമത്തെ ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? മൂന്നാമത്തെ ലൈൻ ഓഫ് ഡിഫറൻസ് ആരാ? റിയൽ സിസ്റ്റം, റിയൽ കോമ്പൻസേഷൻ അല്ലേ? അവൻ കയറി കേട്ടോ. അവൻ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി റിയൽ കോമ്പൻസേഷൻ ചെയ്യും. അതായത് ഇവിടെ റിയൽ സിസ്റ്റം കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ലേ இந்த pH നോർമൽ ആവുന്നത്. ബഫർ സിസ്റ്റത്തിന്റെ കൂടെ തന്നെ റിയലിൽ കയറി ജോലി ചെയ്തുകൊണ്ടല്ലേ നോർമലായി pH പോകുന്നത് അല്ലേ? അതാണ് എപ്പോഴും ക്രോണിക് റെസ്പിറേറ്ററി ആസിഡോസിസ് വരുന്നത് കേട്ടോ. പിന്നെ ചോദ്യം വരും, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ pH കുറയുമോ? ഞാൻ ചോദ്യം ചോദിക്കട്ടെ, അക്യൂട്ട് എന്ന് പറഞ്ഞാൽ pH കുറയുമോ കൂടുമോ? എന്റെ ചോദ്യം അതാണ്. അക്യൂട്ട് pH കുറയും? കുറയും. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറെ കൂടും. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറെ കൂടും. അക്യൂട്ട് എന്നാൽ pH കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതല്ലേ? അക്യൂട്ട് എന്നാൽ pH കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതല്ലേ? എസ് പറയുക. അക്യൂട്ട് എന്നാൽ pH കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതല്ലേ? റെസ്പിറേറ്ററി അസിഡോസിസ് ആയി. അക്യൂട്ട് കിട്ടിയല്ലോ. അക്യൂട്ട് റെസ്പിറേറ്ററി അസുഖം കിട്ടിയല്ലോ. അക്യൂട്ട് റെസ്പിറേറ്ററി അസുഖം എന്ന് പറഞ്ഞാൽ pH കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ചെയ്യും. പക്ഷെ ക്രോണിക് ആണെങ്കിൽ pH നോർമലും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലല്ലേ? ക്രോണിക് ആണെങ്കിൽ pH നോർമലും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലല്ലേ? അല്ലേ? ആര് കാരണമാ? ബിക്കോസ് ഓഫ് ദ ബഫർ സിസ്റ്റം ആൻഡ് റിയൽ കോമ്പൻസേഷൻ. ബഫർ സിസ്റ്റവും റിയൽ കോമ്പൻസേഷൻ കാരണം എപ്പോഴും pH നോർമലും ഈ പറഞ്ഞ ബൈകാർബണേറ്റ് കൂടുതൽ. കിട്ടിയോടെ? കിട്ടിയോ? അക്യൂട്ട് ഗുണം കിട്ടിയോ? ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാവരും കിട്ടിയോ? നോർമലി നിങ്ങളാരും ഇത് പഠിക്കാതെ പോകുന്ന കാര്യമല്ലേ? നോർമലി ABG പഠിക്കുമ്പോൾ ഇത് പഠിക്കാതെ മനസ്സിലാക്കാതെ പോകുന്ന കാര്യമല്ലേ? സത്യസന്ധത പറയുക. ABG പഠിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ പഠിക്കാതെ നോർമൽ വാല്യൂസ് മാത്രം പഠിച്ചു പോകും. നോർമൽ വാല്യൂസ് മാത്രം പഠിച്ചു. pH എത്രയാ, കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബൺ എത്രയാ പഠിച്ചു പോകും. മനസ്സിലാകില്ല. വായിച്ചാൽ പോലും മനസ്സിലാകാത്ത കാര്യമാണ് മലയാളത്തിൽ പറഞ്ഞത്. അതുപോലും മനസ്സിലാക്കുക. ഇത് പഠിച്ചാലേ ബാക്കിയുള്ള സിസ്റ്റംസ് ഈസി ആയിട്ടും. ബാക്കി ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ ചോദിക്കുന്ന കുട്ടികൾ പറയാറുണ്ട്, എന്തിനാണ് ഇത്രയും ഈ പറഞ്ഞ സെല്ലും ടിഷ്യൂവും എപ്പിത്തീലിയം സെപ്പറേറ്റ് പോലെ? ശരിയല്ലേ? ഇന്നും ചോദിച്ചത് പറഞ്ഞു, സെല്ല് ടിഷ്യൂ എപ്പിത്തീലിയൊക്കെ സെപ്പറേറ്റ് എന്തിനാ എടുത്തത്? അത്രയും പോയി കഴിഞ്ഞാൽ ഇപ്പൊ സിസ്റ്റംസ് ഈസി അല്ലേ? സിസ്റ്റംസ് പഠിക്കാൻ സമയം വേണോ? സിസ്റ്റം പഠിക്കാൻ സമയം കൂടുതൽ വേണം? വേണ്ട. സിസ്റ്റംസ് പഠിക്കാൻ സമയം കൂടുതൽ ഒട്ടും വേണ്ട. 2 മാസം കൊണ്ട് സിസ്റ്റംസ് മൊത്തം കംപ്ലീറ്റ് ആവും. റിവിഷൻ നടക്കും. പക്ഷെ അവിടെ പഠിക്കാതെ പോകുന്ന കാര്യമാണ് സെല്ലും ടിഷ്യൂവും എപ്പിത്തീലിയം ഗ്ലാൻസും കണക്റ്റീവ് ടിഷ്യൂ സെൽ ഡിവിഷനും ആൻഡ് ബ്ലഡും മസ്കുലയും എല്ലാം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, ഫൗണ്ടേഷൻ പോലും അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകാറില്ലേ? സിസ്റ്റം പഠിക്കുന്ന സമയത്ത് അതൊന്നും കൊടുക്കാതെ. പക്ഷെ ഇപ്പൊ അത്രയും ക്ലിയർ ആയല്ലോ. ആ പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് എല്ലാം എല്ലാവർക്കും കിട്ടിയല്ലോ. ആരെങ്കിലും ഉണ്ടോ? കിട്ടിയല്ലോ. എക്സസൈസ് കിട്ടിയല്ലോ. കിട്ടിയോ? ആലോചിച്ച് നോക്കുക. ഇപ്പൊ ജീവിക്കുന്ന ആ ചുറ്റുപാടിൽ നിന്ന് മാറണ്ടേ? മാറണ്ടേ?
ഞാൻ എപ്പോഴും വെറുതെ പഠിപ്പിക്കുന്ന ഒരാളല്ല, അറിയാമല്ലോ. ഞാൻ വെറുതെ എന്റെ ക്ലാസ് തീർക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കുന്നതല്ല, അവരെ കുട്ടികളെ അറിഞ്ഞ് പഠിപ്പിക്കുന്ന ആളാണ്. ഇപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാട് മതിയോ? പെട്ടെന്നൊരു ദിവസം ജോലി പോയാൽ മുന്നോട്ട് എങ്ങനെ, നാളെ എങ്ങനെ? വണ്ടിക്കൂലിക്ക് പോലും കയ്യിൽ പൈസ ഇല്ലായിരിക്കും, നാളെ എങ്ങനെ? ആ കുട്ടി കരഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം, നാളെ എങ്ങനെ? ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചുണ്ടോ? ആ കുട്ടിക്ക് ആവശ്യമായ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ കയ്യിൽ പൈസ ഇല്ല. ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? 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 ആരെങ്കിലും സത്യം പറയുണ്ടോ? അതോ എല്ലാവരും ജനിച്ചപ്പോഴേ നല്ല റിച്ചാണ്? എല്ലാവരും ജനിച്ചപ്പോൾ റിച്ചാണ് ആണോടെ? അഞ്ചെണ്ണ ഇല്ല. അപ്പൊ ആര് മാറും? ഇല്ല. അപ്പൊ എന്ത് മാറണം? സാഹചര്യം മാറണമെങ്കിൽ, സമയം മാറണമെങ്കിൽ ഇപ്പോഴുള്ള സമയത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. ഞാൻ പറഞ്ഞു കേൾക്കുക, നിങ്ങളുടെ സാഹചര്യം മാറണമെങ്കിൽ, സമയം മാറണമെങ്കിൽ ഇപ്പോഴത്തെ സമയത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. എന്റെ ഓരോ വാക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാഹചര്യം മാറണം, സമയം, ഫ്യൂച്ചർ സമയം മാറണമെങ്കിൽ ഇപ്പോഴത്തെ സമയത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. സിറ്റുവേഷൻ മാറണം എന്ന് പറഞ്ഞാൽ ഞാൻ സാഹചര്യം മാറണം, സമയം മാറണം, ഇപ്പോഴത്തെ സമയം പ്രാധാന്യം കൊടുത്ത് പഠിക്കും എല്ലാവരും. എന്റെ അടുത്ത് വരുന്ന ഒരാൾ പോലും ഇത് കേട്ട് പഠിക്കണം. സാഹചര്യം മാറണം, സമയം മാറണമെങ്കിൽ ഇപ്പോഴുള്ള സമയത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. കേട്ടില്ലെങ്കിൽ കേൾക്കണ്ട. സോ ദ ക്രോണിക് റെസ്പിറേറ്ററി അസിഡോസിന്റെ എന്ന് കോസ് ഉണ്ട്. കാരണം എന്തൊക്കെയാ? ഒരാൾക്ക് ഇപ്പൊ ക്രോണിക് റെസ്പിറേറ്ററി അസിഡോസിസ് വരണമെങ്കിൽ എന്തും കാരണമുണ്ടോ? ഒരാൾക്ക് ദ ക്രോണിക് റെസ്പിറേറ്ററി ആസിഡോസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സാം എപ്പോഴും PH ഇല്ലേ, ഇവിടെ ഇല്ലേ? ഇതിനകത്ത് ചോദ്യം വരുന്ന സമയത്ത് എപ്പോഴും PH എപ്പോഴും ഇത് നോർമൽ ഇട്ടിട്ടെ, PH നോർമൽ ഇട്ടാലും ക്വസ്റ്റ്യൻ വന്നു കേട്ടോ. അറിയേണ്ട കാര്യം PH എപ്പോഴും നോർമൽ ഇട്ട ശേഷം മാത്രമേ ക്വസ്റ്റ്യൻ ഇടാറുള്ളൂ, മറക്കരുത് കേട്ടോ. അറിയേണ്ട കാര്യം ഇത് എത്ര ടൈപ്പ് ഉണ്ട്. ക്രോണിക് റെസ്പിറേറ്ററി അസിഡോസിന്റെ മെയിൻ കോസ് ഉണ്ട്. കാരണം എന്തൊക്കെയാ? നമുക്കിനി അറിയുള്ള കാര്യം ക്രോണിക്കിന്റെ കോസ് എന്തൊക്കെയാ? എന്ത് കാരണം കൊണ്ടുവരാം? എന്തൊക്കെ കാരണം കൊണ്ട്, ഏതൊക്കെ റെസ്പിറേറ്ററി ഡിസീസസ് കാരണം വരാറുണ്ട്? ആലോചിച്ച് നോക്കി. ഏതൊക്കെ അസുഖത്തിലാണ്, ഏതൊക്കെ റെസ്പിറേറ്ററി ഡിസീസിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്തത്? ഏതൊക്കെ റെസ്പിറേറ്ററി ഡിസീസിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്തത്? അറിയാം, എപ്പോഴും കാണുന്ന കാര്യമാണ്. എല്ലാ ദിവസവും കാഷ്വാലിറ്റിയിലും OP-യിലും കാണുന്നതാണ്. ഏതൊക്കെ ഡിസീസിലാണ് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്ത് വെച്ച് പേഷ്യന്റ് ഓടി മുന്നിലേക്ക് വരുന്നത്? റെസ്പിറേറ്ററി ഡിസീസ് ഏതിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റേഷൻ വന്നത്? ഇമ്പോർട്ടന്റ് ആണ്. COPD ഉണ്ടോ? COPD ഉണ്ടോ? കേരള PCX പ്രീവിയസ് ചോദ്യമാണ്. COPD ഉണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്ത് ഓടി വരുന്ന പേഷ്യന്റ് ആരാ ഫസ്റ്റ്? COPD ഒരാളല്ലേ? COPD. ആസ്മ ഉണ്ടോ? COPD പോലെ തന്നെ ആസ്മയുണ്ടോ? COPD പോലെ തന്നെ ആസ്മയും ഉണ്ട്. എംഫൈസീമ ഉണ്ടോ? എംഫൈസീമ ഉണ്ടോ? COPD മൊത്തം റെസ്പിറേറ്ററി ആണ്. COPD വരാം, ആസ്മയിൽ വരാം, പിന്നെ എംഫൈസീമ വരാം. ബ്രോങ്കിയാസ്റ്റാസ് ഉണ്ടോ? COPD, ആസ്മ, എംഫൈസീമ, ബ്രോങ്കിയാസ്റ്റാസിസ്, അറ്റ്ലസ്റ്റാസ് ഉണ്ടോ? ലങ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും, ലങ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യം വരാറുണ്ടോ? ഹീമോതെറാക്സ്, ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്. ഒരുവിധപ്പെട്ട എല്ലാ റെസ്പിറേറ്ററി ഡിസീസിലും വരുന്ന, ഇത് എയർവേ ഒബ്സ്ട്രക്ഷൻ കാരണം വരുന്ന എല്ലാത്തിനും, കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചു നിർത്തുന്ന എല്ലാത്തിനും വരുന്ന ഏത് സംഭവം? കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചു നിർത്തുന്ന റെസ്പിറേറ്ററി ഡിസീസ് എല്ലാം വരുന്നത് റെസ്പിറേറ്ററി അസിഡോസ് ആണോ, റെസ്പിറേറ്ററി ആൽക്കലോസ് ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചു നിർത്തുന്ന ഒരുവിധപ്പെട്ട റെസ്പിറേറ്ററി ഡിസീസ് എല്ലാത്തിലും വരുന്നത് ഏതാ? റെസ്പിറേറ്ററി, ആൾമോസ്റ്റ്
എല്ലാ റെസ്പിറേറ്ററി ഡിസീസിലും വരുന്നതാ റെസ്പിറേറ്ററി ആസിഡോസിസ്. എംഫൈസീമ ആയാലും ബ്രോങ്കിയാസ്റ്റാസ് ആയാലും അറ്റ്ലാസ്റ്റാസ് ആയാലും സിയോപിഡി ആയാലും ബ്രോങ്കൈറ്റിസ് ആയാലും ന്യൂമോണിയ ആയാലും ഹീമോതൊറാക്സ് ആയാലും ന്യൂമോതൊറാക്സ് ആയാലും എന്തിലും എയർവേ ഒബ്സ്ട്രക്ഷൻ ആയാൽ പോലും എല്ലാത്തിൻ്റെ ഒരു റെസ്പിറേറ്ററി ആസിഡോസിസ് ആണ് വരുന്നത്. കിട്ടിയോ? ലങ്സ് കിട്ടിയോ? ലങ്സിൽ മാത്രമാണോ? ലങ്സിൽ മാത്രമാണ്. പിന്നെ എവിടെ കണ്ടോ? റെസ്പിറേറ്ററി ആസിഡോസിസ് വരുന്നത് ലങ്സിൽ മാത്രമാണോ? ക്ലിയർ ആയിട്ട് എടുക്കും. ക്ലിയർ ആയ സിമ്പിൾ അല്ലേ പഠിക്കാൻ? ക്ലിയർ അല്ലേ? ഇത് പഠിക്കാൻ പോകുന്നത് അപ്പൊ അതൊക്കെ ന്യൂമോതൊറാക്സും ബ്രോങ്കൈറ്റിസും എല്ലാം ഓർമ്മിക്കില്ല. ആസിഡോസിസ് ആണ് ഓർമ്മ. പക്ഷെ ഞാൻ പഠിക്കട്ടെ. ലങ്സിൽ മാത്രമാണോ? CNS ഉണ്ടോ? CNS നമ്മുടെ ഇത് റെസ്പിറേറ്ററി സെന്റർ പഠിക്കുന്നു. നമ്മുടെ റെസ്പിറേറ്ററി സെന്റർ എവിടെയാ? എവിടെ ഇരിക്കുന്നത്? മെഡുലല്ലേ? മെഡുലല്ലേ? അപ്പോ റെസ്പിറേറ്ററി അസിഡോസിസ് വന്നു കഴിഞ്ഞാൽ CNS ബാധിച്ചുകൂടെ? റെസ്പിറേറ്ററി അസിഡോസിസ് വന്നു കഴിഞ്ഞാൽ CNS കൂടെ ബാധിക്കുക അല്ലെ? റെസ്പിറേറ്ററി സെന്ററിന് ഒരു ഡിപ്രഷൻ കൊടുത്തുകൂടെ? ഈ പറഞ്ഞ ഞാൻ മെഡുലയ്ക്കകത്ത് ഒരു ഡിപ്രഷൻ കൊണ്ടുവരാമല്ലോ. റെസ്പിറേറ്ററി അസിഡോസിസ് വന്നു കഴിഞ്ഞാൽ CNS ബാധിച്ച് മെഡുലിൽ ഒരു ഡിപ്രഷൻ കൊണ്ടുവരാൻ സാധിക്കും. ഇനി വെറുതെ ഉണ്ടോ? വേറെ എന്തെങ്കിലും കോസ് ഉണ്ടോ? ഓരോന്നും എടുത്തിട്ട് പറയുന്നു. എക്സാമിൽ ചോദിക്കും, ആസ്മയിൽ വരുന്നത് മെറ്റബോളിക് അസിഡോസിസ് ആണോ, റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ, മെറ്റബോളിക് ആൽക്കലോസിസ് ആണോ? ചോദ്യം വരും. ആസ്മയിൽ വരുന്ന ഏതാ? ആസ്മയിൽ വരുന്നത് മെറ്റബോളിക് അസിഡോസിസ് ആണോ, റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ, ആൽക്കലോസിസ് ആണോ? എന്താ? ആസിഡോസിസ്, റെസ്പിറേറ്ററി ആസിഡോസിസ്. ആൻഡ് ഹീമോതൊറാക്സ് ഏതാ? റെസ്പിറേറ്ററി ആസിഡോസിസ്. ആൻഡ് ന്യൂമോണിയ ഏതാ? റെസ്പിറേറ്ററി ആസിഡോസിസ്. എംഫൈസീമ ഏതാ? ആസിഡോസിസ്. ഓരോ പോയിന്റ് ആയിട്ട് എടുത്തെടുത്ത് പറയുന്നത് എക്സാമിൽ ചോദിക്കൂടെ? അവർ റെസ്പിറേറ്ററി ഡിസീസ് മാത്രം വരുന്നില്ല, അതുപോലെ തന്നെ CNSലും ഡിപ്രഷൻ വരാവുന്ന എല്ലാ അസുഖങ്ങളും വരാറുണ്ടല്ലേ? ന്യൂറോ മസ്കുലർ ഡിസീസ് വരാറുണ്ടോ? ലൈക്ക് ഏതുണ്ട്? ന്യൂറോ മസ്കുലർ ഡിസീസസ് ഏതൊക്കെയാ? ന്യൂറോ മസ്കുലർ ഡിസീസ് ഏതൊക്കെയാ? മൈസീനിയ ഗ്രേവിസ്, ഗുലിയൻ ബേസ് സിൻഡ്രോം കണ്ടുണ്ടോ? മൈസീനിയ ഗ്രേവിസ് എന്ന GBS, ഗുലിയൻ ബേസ് സിൻഡ്രോം. മൈസീനിയ ഗ്രേവിസിലും ഗുലിയൻ ബേസ് സിൻഡ്രോമിൽ എപ്പോഴും മസ്കുലർ ഡിസ്അട്രോഫിയിലും എപ്പോഴും ഈ വരുന്ന അഡിക്വേറ്റ് ആയിട്ട് ഒരിക്കലും വെന്റിലേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും ഈ കണ്ടീഷനിലാണ്. ഗുലിയൻ ബേസ് സിൻഡ്രോം ആയാലും മൈസീനിയ ഗ്രേവിസിൽ എപ്പോഴും അഡിക്വേറ്റ് ഒരിക്കലും ആ പേഷ്യന്റിനെ റെസ്പിറേഷൻ ചെയ്യാൻ പറ്റാതെ വരുന്നു. റെസ്പിറേഷൻ വീക്ക്നെസ് വരുന്നു. റെസ്പിറേറ്ററി മസിൽസ് എല്ലാം വീക്കൻ ചെയ്യുകയും പതിയെ റെസ്പിറേറ്ററി ആസിഡോസിലാണ് പേഷ്യന്റ് പോകുന്നത്. കിട്ടിയോ? ഇത്രയും കിട്ടിയോ? ഇനി ഇതൊന്നല്ല, അസുഖമല്ലാതെ വേറെ എന്തെങ്കിലും കോസ് ഉണ്ടോ? റെസ്പിറേറ്ററി ഡിപ്രഷൻ വരാൻ കോസ് ഉണ്ടോ? റെസ്പിറേറ്ററി ഡിപ്രഷൻ വന്ന് റെസ്പിറേറ്ററി ഈ പറഞ്ഞ അസിഡോസിൽ പോകാൻ വേറെ കോസ് ഉണ്ടോ? റെസ്പിറേറ്ററി ഡിപ്രഷൻ വേറെ കോസ് ഉണ്ടോ? അനസ്തീഷ്യ ഉണ്ട്. അനസ്തീഷ്യ കൊണ്ട് പേഷ്യന്റ് സെഡേറ്റീവ് ഉണ്ട്. സെഡേറ്റീവ്സും ഓപ്പിയോയിഡ്സും അനസ്തീഷ്യ എല്ലാം റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കാറില്ലേ? അത് കാരണം ഉണ്ടാവും റെസ്പിറേറ്ററി അസ്വസ്ഥതയോടെ. ഒന്നൂടെ മറക്കരുത്, ചോദ്യം വരും കേട്ടോ. ഇത്ര കിട്ടിയല്ലോ? ഇത്രയും ക്ലിയർ ആയി? ക്ലിയർ ആയല്ലോ?
ഇനി എന്തൊക്കെയാ സയൻസ് സിംറ്റംസ്? സയൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? സയൻസ് ആൻഡ് സിംറ്റം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ റെസ്പിറേറ്ററി അസിഡോസിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? റെസ്പിറേറ്ററി അസിഡോസിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ? ബേസിക്കലി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് വരുന്നത്? കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ അല്ലേ? ബേസിക്കലി റെസ്പിറേറ്ററി അസിഡോസ് കഴിഞ്ഞാൽ മെയിൻ ഫസ്റ്റ് സൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? കൺഫ്യൂഷൻ അല്ലേ? സ്റ്റാർട്ടിങ് എവിടെന്നാ? ഒരാൾക്ക് റെസ്പിറേറ്ററി അസിഡോസ് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി എവിടെ സ്റ്റാർട്ട് ചെയ്യും? കൺഫ്യൂഷൻ ആവില്ലേ? കൺഫ്യൂഷൻ ആൻഡ് ലെതാർജി അല്ലേ? കൺഫ്യൂഷനും ആൻഡ് ലെതാർജിയും ആൻഡ് ദ മസിൽ ട്വിച്ചിങ്ങും അൺകോൺഷ്യസ് വരുന്നൂടെ? ശരിയല്ലേ? കൺഫ്യൂഷൻ വരാം, ലെതാർജി വരാം, ദ മസിൽ ട്വിച്ചിങ് വരാം, അൺകോൺഷ്യസും വരാം. ഇനി ഹൈപ്പോ വെന്റിലേഷൻ ആണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എന്ത് ശ്രമിക്കും? ഇവിടെ പേഷ്യന്റിന് ഹൈപ്പോ വെന്റിലേഷൻ ആണെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എന്ത് ചെയ്യാൻ ശ്രമിക്കും? റേറ്റ് കൂട്ടാൻ ശ്രമിക്കും, കുറെ ശ്രമിക്കും. ഇവിടെ പേഷ്യന്റിന് അസിഡോസിനകത്ത് എന്നാൽ ഹൈപ്പോ വെന്റിലേഷൻ ആണെങ്കിൽ റേറ്റ് കൂട്ടവോ കുറയ്ക്കുമോ? റെസ്പിറേറ്ററി ഇവിടെ സമയത്ത് അസിഡോസ് ആണെങ്കിൽ റേറ്റ് കൂട്ടുമോ കുറയ്ക്കുമോ? റെസ്പിറേറ്റ് കൂട്ടുമോ കുറയ്ക്കുമോ? റേറ്റും ആൻഡ് ഡെപ്ത് എന്ത് ചെയ്യും? റേറ്റും ആൻഡ് ഡെപ്ത് എന്ത് ചെയ്യും? റേറ്റും ആൻഡ് ഡെപ്ത് എന്ത് ചെയ്യും? എന്തിനാ കൂടുന്നതിന് വേണ്ടിയാ? അറിയണമല്ലോ. എന്തിനാ കൂട്ടുന്നത്? എന്തിനാ കൂട്ടുന്നത്? ആർക്കും ഒരാളെയും പറഞ്ഞേ എന്തിനാ റേറ്റും ഡെപ്തും കൂട്ടാൻ കാരണം എന്താ? അകത്ത് കിടക്കുന്ന കാർബൺ ഡയോക്സൈഡ് പുറത്ത് കളയാൻ വേണ്ടിയാണോ? അകത്ത് കിടക്കുന്ന കാർബൺ ഡയോക്സൈഡ് പുറത്ത് കളയാൻ വേണ്ടിയാണോ റേറ്റും റേറ്റും ഡെപ്തും കൂട്ടാൻ കാരണം? അകത്ത് കിടക്കുന്ന കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് പുറത്തേക്ക് കളയാൻ വേണ്ടിയാണോ? ആ കാർബൺ ഡയോക്സൈഡ് എക്സൈൽ ചെയ്യാൻ വേണ്ടിയല്ലേ? കാർബൺ ഡയോക്സൈഡ് എക്സൈൽ ചെയ്യാൻ വേണ്ടി എപ്പോഴും റേറ്റും ഡെപ്തും എപ്പോഴും കൂട്ടുകയും ചെയ്യല്ലേ? ശരിയല്ലേ? 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 അറിയാമോ? അതെ, കൂടെ പഠിക്കാറുണ്ടോ? ഇനി വേറെ എന്തെങ്കിലും സിംറ്റം ഉണ്ടോ? വേറെ എന്തെങ്കിലും സൈനസ് സിംറ്റം ഉണ്ടോ? ഹൈപ്പർ കലീമിയ വരാമോ? ഹൈപ്പർ കലീമിയ വരാമോ? അസിഡോസിനകത്ത് ഹൈപ്പർ കലീമിയ വരാമോ? ഹൈപ്പർ കലീമിയ ഹൈപ്പോ ടെൻഷൻ ഒക്കെ വരാറുണ്ടോ? പേഷ്യന്റ് ഹൈപ്പോ ടെൻഷൻ വരാറുണ്ടോ? പേഷ്യന്റ് ഹൈപ്പോ ടെൻഷൻ വരാറുണ്ടോ? എന്തുകൊണ്ടാണ് വരുന്നത്? ഹൈപ്പോ ടെൻഷൻ കാരണം എന്താ? ഇവിടെ പേഷ്യന്റ് ഹൈപ്പോ ടെൻഷൻ കാരണം എന്തായിരിക്കും? കാരണം എന്തായാലും കാരണം ഹൈപ്പോ ടെൻഷൻ ആൻഡ് ഹൈപ്പർ കലീമിയ കാരണം എന്താ? ഇത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ കാരണമാണോ? വെൻട്രിക്കുലർ ഫിബ്രിലേഷനും ആൻഡ് ഡിസ്അരിത്മിയും കാരണമാണോ? വെൻട്രിക്കുലർ ഫിബ്രിലേഷനും ആൻഡ് ഡിസ്അരിത്മിയും കാരണമാണോ? ഇത് ബ്ലഡിനകത്ത് പൊട്ടാസ്യം കൂടുന്ന കാരണമല്ലേ ഹൈപ്പർ കലീമിയ വരുന്നത്? ബ്ലഡിനകത്ത് പൊട്ടാസ്യം കൂടുന്നുണ്ടല്ലേ? ബ്ലഡിനകത്ത് പൊട്ടാസ്യം കൂടുന്നുണ്ട് വരുന്നത്. ആലോചിച്ചോക്കിയാടെ, നമ്മൾ ഇന്ന് ബ്ലഡ് പഠിച്ച് പറഞ്ഞു പൊട്ടാസ്യം കൂടി എന്ത് വരാം? ബ്ലഡിൽ പൊട്ടാസ്യം കൂടി എന്ത് വരാം? ഹൈപ്പർ കലീമിയ അല്ലേ? ഹൈപ്പർ കലീമിയ അല്ലേ? ബ്ലഡിൽ പൊട്ടാസ്യം കൂടുതൽ എന്ത് വരാം? ഹൈപ്പർ കലീമിയ ആണോ? അല്ലേ? ഹൈപ്പർ കലീമിയ. ആ കലീമിയ കാരണം വെൻട്രിക്കുലർ ഫിബ്രിലേഷനും ഡിസ്അരിത്മിയും കൂടെ കൂടിക്കൂടി പൊട്ടാസ്യം കൂടിക്കൂടി ബോഡി പോയി കഴിഞ്ഞാൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷനും ആൻഡ് ഡിസ്അരിത്മിയും വരാം. ഇനി ഒരു സിംറ്റം കൂടെ ഉണ്ട്, വാം ഫ്ലഷ്ഡ് സ്കിൻ. വാം ഫ്ലഷ്ഡ് സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതായിരിക്കും ഒരു കാര്യം കൂടെ ഉണ്ട്. വാമായിട്ടുള്ള ഫ്ലഷ്ഡ് സ്കിൻ എന്ന് പറയുന്നത് കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. ഫ്ലഷ്ഡ് സ്കിൻ കാണുന്നത് എവിടെയാണ്? വാമായിട്ടുള്ള ഫ്ലഷ്ഡ് സ്കിൻ കാണുന്നത് എവിടെയാണ്? എന്തായിരിക്കും ഇത്? കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്ത് പോകുന്ന സമയത്ത് സ്കിൻ നല്ല വാമായിരിക്കില്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ റീറ്റെയിൻ ചെയ്തുകൊണ്ടല്ലേ സ്കിൻ എപ്പോഴും വാം ഫ്ലഷി ആയിരിക്കത്തില്ലേ? ശരിയല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിക്ക് അത് റീറ്റെയിൻ ചെയ്തുകൊണ്ട് സ്കിൻ എപ്പോഴും നല്ല വാമും ഫ്ലഷി ആയിരിക്കും. ഫ്ലഷി
ഇങ്ങനെ. ഓക്കെ, ഉണ്ടോ അറിയില്ല? അസ്വസ് ഉണ്ടോ അറിയില്ല? ഇല്ലല്ലോ, പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ എപ്പോഴും സ്കിൻ വാമും ഫ്ലഷി ആയിരിക്കും. സോ റെസ്പിറേറ്ററി ആസിഡോസിനകത്ത് വരുന്ന എല്ലാ കാര്യം കിട്ടിയോ? റെസ്പിറേറ്ററി ആസിഡോസിനകത്ത് വരുന്ന എല്ലാ കാര്യം കിട്ടിയെങ്കിൽ ഇതിന്റെ ഡയഗ്നോസ് എങ്ങനെയാണ്? റെസ്പിറേറ്ററി ആസിഡോസിന്റെ ഡയഗ്നോസ് എങ്ങനെയാ? എന്തായിരിക്കും? ഇനിയാ ചോദ്യം. എല്ലാം പറഞ്ഞ് ചോദിക്കുകയാണ്. റെസ്പിറേറ്ററി ആസിഡോസിന്റെ ഡയഗ്നോസ് എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാൻ പറ്റും? എല്ലാം പറഞ്ഞു. pH കാർബൺ ഡൈ ഓക്സൈഡ് വച്ച് തന്നെ എങ്ങനെ നിങ്ങളെ കൊണ്ട് റെസ്പിറേറ്ററി ആസിഡോസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? വാല്യൂസ് പറഞ്ഞേ. എല്ലാം പറഞ്ഞു, പറയുക. ചോദ്യം ഇതാണ്. pH കൂടുതൽ കുറവാണോ? pH കൂടുതലാണോ കുറവാണോ? pH കൂടുതലാണോ കുറവ്? എല്ലാവരും പറയണം. എക്സാമിന് ചോദ്യം ഇതൊക്കെ. pH 7.35 താഴെയാണെങ്കിൽ പറയാം. ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണോ കൂടുതലാണോ? കാർബൺ ഡൈ ഓക്സൈഡ് പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോഴും 45 MOSയെക്കാളിലും കൂടുതലായിരിക്കും അല്ലെ? pH കുറവും പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണെങ്കിൽ എന്ത് കണ്ടീഷനാ? pH കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ എന്ത് കണ്ടീഷനാ? റെസ്പിറേറ്ററി ആസിഡോസിസ്. കിട്ടിയോ? എല്ലാവരും കിട്ടിയോ? ഗ്രൂപ്പിനകത്തുള്ള 50-60 കിട്ടിയോ? പക്ഷെ ഈയിടെയായിട്ട് ഇതെല്ലാം പഠിച്ചു പോയിട്ട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എല്ലാം പഠിച്ചു, പക്ഷെ പഠിക്കാതെ പോലും കാര്യമുണ്ട്. എന്ത് കോഴ്സാണ്, എന്ത് അർത്ഥമാണ്, എന്ത് വാല്യൂ ആണ് എല്ലാം പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ചോദ്യം വരുന്നത് എന്നറിയാമോ? എന്താണ് റെസ്പിറേറ്ററി ആസിഡോസിനെ മാനേജ്മെന്റ് ചോദിച്ചു? മാനേജ്മെന്റ് ചോദ്യം ഇതാണ്. എന്താണ് പൊസിഷൻ? ഫൗണ്ടേഷന്റെ പൊസിഷൻ കിട്ടിയോടെ? ഫൗണ്ടേഷന്റെ റെക്കോർഡ് ക്ലാസ്സിനകത്ത് എല്ലാവർക്കും പൊസിഷൻ കിട്ടിയല്ലോ. കിട്ടിയല്ലോ. അതിനകത്ത് സെമി ഫോർവേഡ് പൊസിഷൻ നടക്കുക. റെസ്പിറേറ്ററി ആസിഡോസ് പേഷ്യൻ മറക്കരുത്. സെമി ഫോർവേഡ് പൊസിഷൻ നടക്കുക. റെസ്പിറേറ്ററി ആസിഡോസ് ഉള്ള പേഷ്യൻസ് എപ്പോഴും കൊടുക്കുന്ന പൊസിഷൻ ചോദിച്ചാൽ സെമി ഫോർവേഡ് പൊസിഷൻ ആണ്. റെസ്പിറേറ്ററി ആസിഡോസ് ഉള്ള പേഷ്യൻസ് എപ്പോഴും കൊടുക്കുന്ന പൊസിഷൻ ചോദിച്ചാൽ സെമി ഫോർവേഡ് പൊസിഷൻ കൊടുക്കുക. ഇനി എന്തെങ്കിലും ഒരു ഡ്രഗ് കൊടുക്കാൻ പറ്റും? മാനേജ്മെന്റ് അല്ലാട്ട് എന്തെങ്കിലും ഒരു ഡ്രഗ് കൊടുക്കാൻ പറ്റും? പൊസിഷൻ പറഞ്ഞു. മാനേജ്മെന്റ് എന്തെങ്കിലും ഡ്രഗ് കൊടുക്കാൻ പറ്റും? IV സോഡിയം ബൈകാർബണേറ്റ് അല്ലേ? IV സോഡിയം ബൈകാർബണേറ്റ് കൊടുക്കാം. IV സോഡിയം ബൈകാർബണേറ്റ് എപ്പോഴും കൊടുക്കാറുണ്ട്. സോ മാനേജ്മെന്റ് ആയിട്ട് സെമി ഫോർവേഡ് പൊസിഷനും അതുപോലെ തന്നെ IV സോഡിയം ബൈകാർബണേറ്റ് കൊടുക്കാം. എന്തിന്? അസിഡോസ് ഇത്രയുമാണ് റെസ്പിറേറ്ററി ആസിഡോസിസ്. ക്ലിയർ ആയോ? റെസ്പിറേറ്ററി ആസിഡോസിസ് ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഇല്ല, പറഞ്ഞു. ഞാൻ കിട്ടിയോ? ഞാൻ പഠിക്കണം അങ്ങനെ? എല്ലാ ചാപ്റ്ററും പഠിക്കണോ? ഇങ്ങനെ പഠിക്കണോ അങ്ങനെ? അതോ ആവശ്യമുള്ള മാത്രം പറഞ്ഞു പോയത്? ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു പോയാൽ മതി? സ്വന്തമായി പറ്റിക്കണം. ഞാൻ പഠിച്ചു എന്ന് സ്വന്തമായി വിശ്വസിപ്പിക്കണോ? ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് സ്വന്തമായി വിശ്വസിപ്പിക്കണം. വേണ്ട. പറ്റിക്കരുത്. പറ്റിക്കോ? പറ്റിക്കരുത്. ഈ ക്ലാസ് അല്ലേ എനിക്ക് എല്ലാവരും ഒരു മെസ്സേജ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് അല്ലേ? ഇന്നത്തെ ക്ലാസ് എനിക്കൊരു എല്ലാവരും ഒരു ഹായ് ഇടുക. കിട്ടുന്നുണ്ടോ? ഇന്ന് ക്ലാസ് അറ്റൻഡ് ആൾക്കാർ മാത്രം, ഈ ഒരു ക്ലാസ് അറ്റൻഡ് ആൾക്കാർ മാത്രം ഒരു ഹായ് ഇടുക. ഇതിന് നോട്ട് ഞാൻ എഴുതിയ നോട്ട് അയച്ചത് കേട്ടോ. എഴുതിയ നോട്ട് അയച്ചത്. പോയിന്റ്സ്
ക്ലാസ് കഴിഞ്ഞ ശേഷം ഹായ് ഹായ് അറ്റൻഡ് ചെയ്ത് മാത്രം മതി. അറ്റൻഡ് ചെയ്ത് മാത്രം ഹായ് ഇടുക. ഓക്കെ, ഹായ് ഇടുവോ? ഹായ് ഇടാറുണ്ട്. ഹായ് സുഖമാണോ? ഹായ് ഫുഡ് കഴിച്ചോ? ഹായ് എവിടെ ഇരിക്കുന്നു? ഹായ് എങ്ങനെയുണ്ട്? അതുപോലെ ഹായ് ഇടുക കേട്ടോ. അത് സോ 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടോ. 5 മിനിറ്റ് ബ്രേക്ക്. ഓടിപ്പോയിട്ട് ഒരു കറക്റ്റ് 9:20 കേട്ടോ. 9:20 ആകുമ്പോൾ ഓടി പോയ 5 മിനിറ്റ് ബ്രേക്ക്. 9:20 ബ്രേക്ക്. ഇപ്പൊ ഹായ് ഇടണ്ട, ക്ലാസ് കഴിഞ്ഞിട്ടാ കേട്ടോ. ഹായ് ഇടണ്ട, ഓടിവിട്ടോ. 5 മിനിറ്റ് ബ്രേക്ക്. 9:20 ബ്രേക്ക്. 9:20 9:20 വരെ ബ്രേക്ക്.
സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്ത് യെസ് സ്റ്റഡി ചെയ്ത് സോ അടുത്ത് പഠിക്കാൻ പോകുന്ന കാര്യം അപ്പൊ ഇത് റെസ്പിറേറ്ററി അസുഖസ് പഠിച്ചില്ലേ? റെസ്പിറേറ്ററി അസുഖസ് പഠിച്ചപ്പോൾ ഇന്ന് അടുത്ത് പഠിക്കാൻ പോകുന്ന കാര്യമാണ് റെസ്പിറേറ്ററി ആൽക്ലോസ് പഠിക്കാൻ. എല്ലാവർക്കും റെസ്പിറേറ്ററി അസുഖസ് ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും റെസ്പിറേറ്ററി അസുഖസ് നന്നായി മനസ്സിലായത് കരുതുന്നു. അതുപോലെ പഠിക്കാൻ പോകുന്ന കാര്യമാണ്, അത്രയും ഇൻ ഡെപ്തായി തന്നെ പഠിക്കാൻ പോകുന്ന കാര്യമാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയുന്നത്. ആൽക്കലോസ് എന്തായിരിക്കും? അവിടെ എന്ത് കൂടും? ആൽക്കലോസ് എന്താ? എന്ത് കൂടും? എന്ത് കുറയും? എന്ത് കൂടും? എന്ത് കൂടും? റെസ്പിറേറ്ററി ആൽക്കലോസ് കുറയും. എന്ത് കൂടും? പഠിക്കൂടെ? എന്തുകൊണ്ടാ? എന്ത് കാരണം എന്താ? എന്താ കോസ് എന്താ? എന്ത് കൂടും? എന്ത് കുറയും? എന്തോ ഒന്ന് കൂടും, എന്തോ ഒന്ന് കുറയും. റെസ്പിറേറ്ററി ആൽക്കലോസ് കുറവ് എന്ത് കുറയും? കാർബൺ ഡൈ ഓക്സൈഡ് കുറയുമോ? കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കുറയുമോ? റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓടി വരേണ്ട ഫസ്റ്റ് എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ കുറയല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് കുറയും. അതുപോലെ തന്നെ இந்த ഹൈപ്പർ വെന്റിലേഷൻ വരും. കാർബൺ ഡൈ ഓക്സൈഡ് കുറയും, പേഷ്യന്റ് ഹൈപ്പർ വെന്റിലേഷൻ പോയി ചെയ്യുമോ? കാർബൺ ഡൈ ഓക്സൈഡ് കുറയുകയും അതുപോലെ തന്നെ ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടാവും. സംഭവം എന്താ? സംഭവം എന്താ? എന്തായിരിക്കും? എന്തായിരിക്കും അത്? എന്തായിരിക്കും? എന്തായിരിക്കും? ഈ ഒരു കണ്ടീഷനിൽ റെസ്പിറേറ്ററി ആൽക്കലോസിനകത്ത് ഒരു പേഷ്യന്റ് എടുക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ അധികം തങ്ങി നിൽക്കും. കാർബൺ ഡൈ ഓക്സൈഡ് അധികമായിട്ട് ഇത് ലങ്സിനകത്ത് അവിടെ തങ്ങി നിൽക്കും? ഇല്ലല്ലോ. ആലോചിച്ച് നോക്കി, റെസ്പിറേറ്ററി ആൽക്കലോസ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അധികമായിട്ട് ആ ഒരു പേഷ്യന്റ് ലങ്സിനകത്ത് തങ്ങി നിൽക്കുമോ? തങ്ങി നിൽക്കുമോ? ഇല്ല, ഇല്ല. ഹൈപ്പർ വെന്റിലേഷൻ കാരണം പെട്ടെന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ചെയ്യില്ലേ? ഹൈപ്പർ വെന്റിലേഷൻ കാരണം എപ്പോഴും പെട്ടെന്ന് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ചെയ്യില്ലേ? വാഷ് ഔട്ട് ചെയ്യില്ലേ? അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് പുറത്തു പോകുമ്പോൾ എന്താ? റെസ്പിറേറ്ററി ആൽക്കലോസ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ തങ്ങി നിൽക്കാതെ ഹൈപ്പർ വെന്റിലേഷൻ കാരണം പെട്ടെന്ന് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്ത് പോകുന്നതിന് പറയുന്ന പേരെന്താ? റെസ്പിറേറ്ററി ആൽക്കലോസ് അല്ലേ? മറക്കരുത്. ഒന്നുകിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലങ്ങിൽ തങ്ങി നിൽക്കുക, അധികം നേരം തങ്ങി നിൽക്കാൻ പറ്റാതാകുകയും, അല്ലെങ്കിൽ ഹൈപ്പർ വെന്റിലേഷൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട്. രണ്ട് കാരണമാ. ഒന്നുകിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ തങ്ങി നിൽക്കില്ല, ഒന്നുകിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ തങ്ങി നിൽക്കില്ല, അല്ലെങ്കിൽ ഹൈപ്പർ വെന്റിലേഷൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? റെസ്പിറേറ്ററി ആൽക്കലോസ് ഉണ്ടാവും. ശരിയല്ലേ? കിട്ടിയോ? രണ്ട് കാരണം കിട്ടിയോ? റെസ്പിറേറ്ററി ആൽക്കലോസ് ഉണ്ടാകാൻ രണ്ട് കാരണം കിട്ടിയോ? ഒന്നുകിൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നില്ല, തങ്ങി നിൽക്കുന്നില്ല, ലങ്സ് തങ്ങി നിൽക്കുന്നില്ല, പെട്ടെന്ന് പോകുന്നു, അല്ലെങ്കിൽ ഹൈപ്പർ വെന്റിലേഷൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ചെയ്യുന്നു. ഇതിന്റെ ആൽക്കലോസ് വരുമ്പോഴേ എങ്ങനെയായിരിക്കും പി എച്ച്? എങ്ങനെയായിരിക്കും? റെസ്പിറേറ്ററി ആൽക്കലോസ് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും പി എച്ച്? എങ്ങനെയാ? ചോദ്യം വരും. പി എച്ച് കൂടുതൽ കുറവാണ്? പി എച്ച് കൂടുതലാണോ കുറവാണോ? റെസ്പിറേറ്ററി ആൽക്കലോസ് വരുമ്പോൾ പി എച്ച് എപ്പോഴും 7.45 കൂടുതലാണ് അല്ലെ? എപ്പോഴും റെസ്പിറേറ്ററി ആൽക്കലോസ് വരുമ്പോൾ പി എച്ച് കൂടുതലാണ്. 7.45 എപ്പോഴും പി എച്ച് എപ്പോഴും റെസ്പിറേറ്ററി ആൽക്കലോസ് കൂടുതലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാ വാഷ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ചെയ്ത് പോകുമെന്ന് പറയുമ്പോൾ കുറവാണോ കൂടുതലാണോ? കുറവല്ലേ? ഞാൻ പറഞ്ഞു അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ചെയ്ത് പോകുമെന്ന് പറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ലെസ് ദാൻ 35 mmHg കാർബൺ ഡൈ ഓക്സൈഡ് കുറവല്ലേ? വാഷ് ഔട്ട് ചെയ്ത് പോകുമെന്ന് പറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോഴും 35 mmHg താഴെയായിരിക്കും. കിട്ടിയോ? കിട്ടിയോ? എന്താ കാരണം? എന്താ ഒരാൾക്ക് ഇത് ഉണ്ടാവണമെങ്കിൽ കാരണം എന്താ? എന്ത് കാരണം കൊണ്ട് വരാൻ? എന്തൊക്കെ കാരണം കൊണ്ട് റെസ്പിറേറ്ററി ആൽക്കലോസ് വരാൻ?
എന്തൊക്കെ കാരണം കൊണ്ട് റെസ്പിറേറ്ററി ആൽക്കലോസ് വരാം? ചോദ്യം വരും. എന്തൊക്കെ കാരണം കൊണ്ട് വരാം? അറിയാമെങ്കിൽ ഒരു പനി വന്നവരെ അവിടെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. കേരള പി സി എക്സാമിന്റെ വളരെ ഇമ്പോർട്ടന്റ് ചോദ്യം. ഫീവർ വന്നവരും, ഫീവർ വന്നാൽ റെസ്പിറേറ്ററി ആൽക്കലോസ് വരും. കേരള പി സി എക്സാമിന്റെ അപ്പൊ ആയിരിക്കും സാർ പനി എവിടെ ഇരിക്കുന്നു, ആൽക്കലോസ് എവിടെ? ശരിയല്ലേ സാർ? പനി എവിടെയാ, ആൽക്കലോസ് എവിടെയാ? അവരെവിടെ? പനി വന്നാൽ ആൽക്കലോസ് ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. എന്തൊക്കെ കാരണം കൊണ്ട് ആൽക്കലോസ് വരാമെന്ന് ചോദിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. പനി കൂടുമ്പോൾ എക്സസ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട് ചെയ്യും. നല്ല പനിയാവുന്ന സമയത്ത് എക്സസീവ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട് ചെയ്യുമോ? നല്ല പനി കൂടുന്ന സമയത്ത് എക്സസീവ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട് ചെയ്യും. ചോദിക്കും ഫീവറിൽ വരുന്ന ആസിഡ് ബേസ് ഇംബാലൻസ്. കേരള പി സി എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. ഫീവറിൽ വരുന്ന ആസിഡ് ബേസ് ഇംബാലൻസ് ഏതാ? റെസ്പിറേറ്ററി അസിഡോസ് ആണോ, ആൽക്കലോസ് ആണോ? ആൽക്കലോസിസ്. മറക്കരുത്. ഫീവറിൽ വരുന്ന, ഫീവറിൽ ഏതാ ആസിഡ് ബേസ്? പറയട്ടെ ഇങ്ങോട്ട്. ഫീവറിൽ വരുന്ന ആസിഡ് ബേസ് ഇംബാലൻസ് ഏതാ? റെസ്പിറേറ്ററി ആൽക്കലോസ്. ചോദിക്കും ഉറപ്പായി ചോദിക്കും. എന്നാണ് ഫീവർ എവിടെ ഇരിക്കുന്നു സാർ? പനി എവിടെ ഇരിക്കുന്നു? ലങ്സിനകത്തൊക്കെ വരും. ഫീവർ കാരണം എക്സസീവ് ആയിട്ട് കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട് ചെയ്ത് റെസ്പിറേറ്ററി ആൽക്കലോസിസ് വരാം. ആൽക്കലോസ് അല്ലേ? അറിയാലോ. ഇനി നല്ല ആൻസൈറ്റി വരാമോ? ആൻസൈറ്റി കാരണം കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട് ആവും. നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ആൻസൈറ്റി കാരണം ഉണ്ടാവാറുണ്ടോ? എക്സ്ട്രീം ആൻസൈറ്റി കാരണം കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട് ആവും. ഇവിടെ ഇനി ഈ ഫീവർ എന്ന് പറയുമ്പോഴേ, ഫീവർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല ഹൈ ഫീവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് മഴക്കാലത്ത് മുമ്പേ തന്നെ നല്ല എക്സ്ട്രീം ടെമ്പറേച്ചറിലൂടെ കടന്നു മാറ്റാറില്ലേ? ഒരു മഴക്കാലം വരുന്ന മുമ്പേ തന്നെ നല്ല എക്സ്ട്രീം ടെമ്പറേച്ചർ ഒരു കടന്നു പോകുന്ന ആൾക്കാരല്ലേ? ഇപ്പോഴുള്ള കാലാവസ്ഥ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. പറ്റുന്നുണ്ടോ അതെങ്കിലും? ഇപ്പോഴുള്ള കാലാവസ്ഥ നല്ല വെയിലല്ലേ? അല്ലേ? അപ്പോ ഈ പറഞ്ഞ ഇൻസൾട്ട് കാരണം വരാമോ? ഇപ്പോഴുള്ള കാലാവസ്ഥ കാരണം, ഹീറ്റ് ഇൻസൾട്ട് കാരണം എപ്പോഴും റെസ്പിറേറ്ററി ആൽക്കലോസ് എന്ന അസുഖം ചോദ്യം വരും. അത് പുറത്തേക്കുള്ള സമയം നല്ല ചൂടാണ്. ചൂട് കാരണം ആ ഒരു ഹീറ്റ് ഇത് പറഞ്ഞ ഇൻസൾട്ട് കാരണം വരുന്നത് റെസ്പിറേറ്ററി ആൽക്കലോസ് എന്ന അസുഖമാണ്. ഏത് വരാം? റെസ്പിറേറ്ററി ആൽക്കലോസിസ്. സിവിയർ പെയിൻ കാരണം വരാം. സിവിയർ പെയിൻ കാരണം നല്ല പെയിനാണ്, നല്ല വേദനയാണ് വരാം. നല്ല വേദന, പെയിൻ എന്ത് വരാം? ആൽക്കലോസിസ്. സിവിയർ പെയിൻ കാരണം ആൽക്കലോസിസ്. ആൻഡ് ഹിസ്റ്റീരിയ. ഹിസ്റ്റീരിയ എന്ന് വെച്ചാൽ എന്താ? ഹിസ്റ്റീരിയ ഒരു ആൻസൈറ്റി പ്രശ്നമല്ലേ? ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ ഒരു ആൻസൈറ്റി പ്രശ്നമല്ലേ? ഹിസ്റ്റീരിയ ആൻസൈറ്റി പ്രോബ്ലം അല്ലേ? അത് കാരണം വരാം ആൽക്കലോസ് വരാം. ഹിസ്റ്റീരിയ കാരണം അല്ലേ? ആൻസൈറ്റി പ്രശ്നമാണ്. അത് കാരണം വരാം. ഹൈപ്പോക്സിയ നല്ല ആൾട്ടിറ്റ്യൂഡിൽ പോകുന്ന സമയത്ത് ഹൈപ്പോക്സിയ വരാറില്ലേ? നല്ല ഹൈ ആർട്ടിൽ കേറാത്ത മലയെല്ലാം കയറിപ്പോയി എക്സാം എഴുതുന്ന അറിയണം. ആ കേറാത്ത കുന്നിന്റെ മുകളിൽ പോയിട്ട് എക്സാം എഴുതുമ്പോൾ ആര് പോയിട്ടുണ്ടോ? ആ കേറാത്ത കുന്നിന്റെ മുകളിലൊക്കെ എക്സാം സെന്റർ ചൂസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിലും ഉണ്ടോ? ആരും പോയിട്ടുണ്ടോ ഇതുവരെ? അങ്ങനെ വലിയ ദൂരത്തോട്ട് എക്സാം സെന്റർ വെച്ചിട്ട് ദൂരെ എവിടെയെങ്കിലും എക്സാം സെന്റർ വെച്ചാൽ പോയിട്ടുണ്ടോ? ദൂരെ എവിടെയെങ്കിലും എക്സാം സെന്റർ ചൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും? അയ്യോ, പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ടോ? ഇപ്പൊ ഇടുക്കിയൊക്കെ വെച്ചിട്ടുണ്ടോ? ഇടുക്കിയൊക്കെ ഞാൻ പോയിട്ടുണ്ടോ?
എനിക്കിപ്പോ ഇഷ്ടമാണ് ദൂരോട്ടൊക്കെ പോകാൻ വേണ്ടി സെന്ററൊക്കെ ചൂസ് ചെയ്ത് ദൂരോട്ടൊക്കെ ടൂർ പോലെ ആയിരുന്നു. അപ്പൊ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡ് പോകുമ്പോൾ ഹൈപ്പോക്സി വരാം. ഹൈപ്പോക്സി എന്തുണ്ടാവും? റെസ്പിറേറ്ററി ആൽക്കലോസാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് കാരണം ഹൈപ്പോക്സി വരാം. ഹൈപ്പോക്സി കാരണം വരുന്നത് റെസ്പിറേറ്ററി ആൽക്കലോസ് ആണ്. മറക്കരുത്, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്ന സമയത്ത് ഹൈപ്പോക്സി സമയത്ത് ഇപ്പൊ റെസ്പിറേറ്ററി ആൽക്കലോസ് ആണ് എപ്പോഴും ഉണ്ടാകുന്നത്. മറക്കരുത്. ഓക്സിജൻ കുറയില്ലേ? ഓക്സിജൻ കുറയില്ലേ? ഓക്സിജൻ കുറഞ്ഞ് ഹൈപ്പോ വെന്റിലേഷൻ വരികയും ഹൈപ്പോ വെന്റിലേഷൻ പതിയെ പതിയെ എന്താണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ടാക്കാം. കിട്ടിയോ? ഇത്രയും കോഴ്സ് കിട്ടിയോ? കിട്ടിയോ? ഇനി വേറെ കോഴ്സ് എന്തെങ്കിലും ഉണ്ടോ? റെസ്പിറേറ്ററിയെ ബന്ധപ്പെട്ട് വേറെ കോഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ആൽക്കലോസ് ഉണ്ടാക്കാൻ വേണ്ടി വേറെ കോഴ്സ് എന്തെങ്കിലും ഉണ്ടോ? റെസ്പിറേറ്ററി ലീഷൻ കാരണം വരാമോ? റെസ്പിറേറ്ററി ലീഷൻസ് കാരണം വരാമോ? റെസ്പിറേറ്ററി ലീഷൻസ് കാരണം വരാമോ? ചോദ്യം വരും. വരാമോ? വരാമോ? വരാം. 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 അതുപോലെ തന്നെ വീണ്ടും ചോദിക്കും. എവിടെയെങ്കിലും സാലിസിലേറ്റ് പോയിസൺ കേട്ടോ? എവിടെയെങ്കിലും വാക്ക് സാലിസിലേറ്റ് പോയിസണിങ് എവിടെയും കേട്ടോ? സാലിസിലേറ്റ് പോയിസണിങ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും? കേരള പോലീസ് എക്സാം പ്രീവിയസ് ചോദ്യമോ? സാലിസിലേറ്റ് പോയിസണിങ് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സാലിസിലേറ്റ് ഏതാ? നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സാലിസിലേറ്റ് ഏതാണ്? ആസ്പിരിൻ അല്ലേ? നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സാലിസിലേറ്റ് ആസ്പിരിൻ അല്ലേ? ആസ്പിരിൻ അല്ലേ? നിങ്ങൾ എല്ലാവരും കാണുന്നതും ഉപയോഗിക്കുന്നതും ഉപയോഗിച്ച് കൊടുക്കുന്നതും ആസ്പിരിൻ അല്ലേ? ആസ്പിരിൻ അല്ലേ? അപ്പം ആസ്പിരിൻ കൂടുതൽ കഴിച്ചാലും സാലിസിലേറ്റ് പോയിസണിങ് വന്നാലും ഉണ്ടാകുന്നത് റെസ്പിറേറ്ററി ആൽക്കലോസ് ആണ്. ആസ്പിരിൻ അധികമായി കഴിക്കുന്ന ആൾക്കാരിലും എന്തുണ്ടാകും? റെസ്പിറേറ്ററി സെന്റർ ഒരു ഡിപ്രഷനും വന്നിട്ട് എന്നിട്ട് പോകും ഈ പറഞ്ഞ റെസ്പിറേറ്ററി ആൽക്കലോസ് പോകും കേട്ടോ. ആസ്പിരിൻ അധികമായി കഴിക്കുന്ന ആൾക്കാരും എപ്പോഴും എന്തിലിട്ട് പോകും? റെസ്പിറേറ്ററി സെന്റർ ഡിപ്രഷൻ എന്തിലിട്ട് പോകും? ആൽക്കലോസിലാണോ ആസ്വസിലാണോ? ആസ്പിരിൻ അധികമായി കഴിക്കുന്ന ആൾക്കാരിൽ എപ്പോഴും റെസ്പിറേറ്ററി സെന്ററിൽ ഡിപ്രഷൻ വന്നിട്ട് പതിയെ പതിയെ ആൽക്കലോസിലോട്ട് പോകും. ആൽക്കലോസിലോട്ട് പോകുന്നത് കിട്ടിയോ? യെസ്. ക്ലിയർ? ഇതുപോലെ പറഞ്ഞ ക്ലിയർ? ഇന്ന് പഠിച്ച രണ്ട് കാര്യം ഇതൊക്കെയാണ്. റെസ്പിറേറ്ററി ആസിഡോസിസും ആൽക്കലോസും ക്ലിയർ. ഇന്ന് പഠിപ്പിച്ച റെസ്പിറേറ്ററി ആസിഡോസിസും ആൽക്കലോസ് ക്ലിയർ ആയോ? യെസ് ഓർ ക്ലിയർ ആയോ? ടുമോറോ ക്ലാസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസം പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെ ടുമോറോ ക്ലാസ് ഉണ്ട്. അത് കോൺവെർസേഷൻ അല്ലേ? ഇത് കോൺവെർസേഷൻ അല്ലേ? അവിടെ ഞാൻ ചെയ്ത കോൺവെർസേഷൻ അല്ലേ? അല്ലേ? അങ്ങോട്ട് നാളെയും മറ്റന്നേയും എല്ലാം ക്ലാസ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന കോമേഴ്സ് കഴിഞ്ഞ ദിവസം ഇല്ലാതല്ലോ. സത്യം പറഞ്ഞ ആ ഒരു യാത്ര കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ടിക്കറ്റ് എടുത്തു കേട്ടോ. രാവിലെ ഇവിടെ നിന്ന് സാധാരണ ട്രെയിനിൽ പോയി. രാവിലെ ട്രെയിനിൽ പോയി. ഇപ്പൊ ജസ്റ്റ് 60 ടിക്കറ്റ് സാധാരണ ട്രെയിനിൽ പോയി. തിരിച്ച് ബസ്സിൽ വന്നു. ആ ബസ്സിൽ വന്നപ്പോ ഒരുപാട് അനുഭവിച്ചു കേട്ടോ. നിന്ന് തളർന്ന് അവിടെ കയറി ഇവിടെ കയറി ഒരുപാട് വന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് ബുക്ക് ചെയ്തല്ലോ പോയത്. ഞാൻ ഒരു യാത്രയ്ക്ക് വേണ്ടി ഇത് ബസ്സിലും ട്രെയിനിലുമായിട്ട് മാറി മാറി കയറി. അത് കൊള്ളായിരുന്നു കേട്ടോ. നല്ല യാത്രയായിരുന്നു. അധികമായിട്ട് അങ്ങനെ പോയിട്ടില്ലായിരുന്നു ഈ വർഷം. കാരണം എപ്പോഴും ക്ലാസ് ഇല്ലേ? അല്ലേ ഇപ്പൊ എപ്പോഴും ക്ലാസ് ഇല്ലേ? എന്നും ക്ലാസ് ആയതുകൊണ്ട് തന്നെ മിക്ക വ്യക്തി പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത് ബസ്സും ട്രെയിനുമായിരുന്നു. ഒന്നിനും ബുക്ക് ചെയ്തില്ല. ഫ്രീ ആയിട്ട് യാത്ര ചെയ്തു.
അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് യാത്ര ചെയ്ത് വന്നു. സോ നിങ്ങൾ പഠിക്കുക, ഞാൻ പറയുമ്പോൾ പഠിക്കുക. ടുമോറോ ക്ലാസ് ഉണ്ട്, നാളെ കാണാം. നാളെ ഇതിന്റെ ബാക്കിയായിട്ടുണ്ടായിരിക്കും. സോ നന്നായി പഠിക്കുക, ആത്മാർത്ഥത പഠിക്കുക. ഇതുവരെ എത്ര ക്വസ്റ്റ്യൻ കിട്ടി? ഇതുവരെ എത്ര ക്വസ്റ്റ്യൻ കിട്ടി? 47 ഇതുവരെ കിട്ടി ക്വസ്റ്റ്യൻ എത്ര? 47 അല്ലേ? 47 47 47 കിട്ടിയോ? 40. എനിക്ക് ഓർമ്മയുണ്ട് 47 അല്ലേ? യെസ്. ബാക്കി നാളെ തൊട്ട് അയച്ചത്. ടുമോറോ ക്ലാസ് ഉണ്ട്. സോ സീ യു ഓൺ ടുമോറോ. താങ്ക് യു സോ മച്ച്. നന്നായി പഠിക്കുക, റാങ്കോടെ പാസ്സാവുക. പഠിക്കട്ടെ, വിശ്വസിക്കുക. ആദ്യം സ്വയം വിശ്വാസം, ശേഷം എന്നെ വിശ്വസിക്കുക. ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ ആദ്യം സ്വയം വിശ്വാസം, പിന്നെ എന്നെ വിശ്വസിക്കുക, ശേഷം ഞാൻ ക്ലാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഓർമ്മിക്കുക. എനിക്ക് മെസ്സേജ് അയക്കുക. സോ താങ്ക് യു സോ മച്ച്. സീ യു ഓൺ ടുമോറോ. ബൈ.